ഞാൻ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സമയമില്ലല്ലോ സാർ. ഇങ്ങനെ സമയം കിട്ടല്ലേ? ഈ പറഞ്ഞ ഞാൻ വീട്ടിൽ ജോലി വെക്കണം, ജോലിക്ക് പോകണം, കുട്ടികളെ നോക്കണം, പഠിക്കണം. ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ എപ്പോഴെങ്കിലും ഇത് പഠിക്കണമെന്ന് വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന കാര്യം, സാർ ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം, ഞാൻ സാർ ജോലിക്ക് പോകണം, എന്റെ കുട്ടികളെ നോക്കണം, പിന്നെ പുറത്ത് കറങ്ങാനൊക്കെ പോകണം. ശരിയല്ലേ? 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 എല്ലാം വേണ്ടേ? എല്ലാം വേണ്ടേ? എല്ലാം വേണം. എല്ലാം വേണം. അതിനോടൊപ്പം സ്റ്റഡീസ് വേണ്ടേ? സ്റ്റഡീസ് വേണ്ടേ? വേണം. കാരണം നിങ്ങൾ നാളെ ഞാൻ ഈ പറഞ്ഞ 159 ദിവസം കഴിഞ്ഞാൽ ആലോചിക്കും അന്ന് പഠിച്ചിരുന്നെങ്കിൽ. ശരിയല്ലേ? ഞാനൊരു ദിവസം ഉണ്ടായിരുന്നു 159 ദിവസം കഴിഞ്ഞാൽ അന്ന് വിചാരിക്കും അന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, ദൈവമേ അന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുടികളി. ശരിയല്ലേ? അന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചായിരുന്നു. അത് ആലോചിച്ച് നോക്കട്ടോ, ആലോചിച്ച് നോക്കുക. സോ കഴിഞ്ഞത് പഠിച്ചു, സ്കിൻ പഠിച്ച ദിവസം കുടികളി. നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷനകത്ത്, ജനറൽ സർവേക്കകത്ത്, നഴ്സിംഗ് ഫൗണ്ടേഷനിൽ ഈ പറയുന്നത് പഠിച്ചു, സ്കിൻ പഠിച്ചോ? സ്കിൻ പഠിച്ചോ? സ്കിന്നെ കുറിച്ച് പഠിച്ചോ? കഴിഞ്ഞ ദിവസം നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഫിസിക്കൽ അപ്പിയറൻസിനകത്ത് സ്കിൻ പഠിച്ചോ? ചോദ്യം ഇതാണ്, പഠിച്ചോ എല്ലാവരും? കഴിഞ്ഞ ദിവസം ഫിസിക്കൽ എക്സാമിനേഷനകത്ത് ഇത് ജനറൽ സർവേക്കകത്ത് സ്കിന്നിനെ കുറിച്ച് നമ്മൾ പഠിച്ചോ? 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 പഠിച്ചോടെ? യെസ്. അതിൽ സ്കിന്നകത്ത് ഹെയർ പഠിച്ചോടെ? ഇല്ലല്ലോ. സ്കിന്നകത്ത് സെപ്പറേറ്റഡ് ഹെയർ പഠിച്ചോ? ഇല്ല. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് സെപ്പറേറ്റഡ് ടോപ്പിക് ഹെയറോട് സ്റ്റാർട്ട് ചെയ്യാം. ഹെയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഓരോ ചോദ്യം ചോദിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പഠിച്ചറിയാമല്ലോ. എന്താണ് അപ്പിയറൻസ് ആണ്, മെന്റൽ സ്റ്റേറ്റസ് പഠിച്ചില്ലേ? ഹൈറ്റ് ആൻഡ് വെയിറ്റ് പഠിച്ചു. അത് പഠിച്ചു. സ്കിന്ന് പഠിച്ചു അല്ലേ? സ്കിന്നകത്ത് ഈ പറഞ്ഞ ഫൗൾ സ്മെല്ലിംഗ് വിളിക്കുമ്പോൾ എന്താ? സ്കിന്നകത്ത് ഫൗൾ സ്മെല്ലിംഗ് പെർസിപ്പിറേഷൻ ഇത് വിളിക്കാറേ എന്ത് വിളിക്കാം? ബ്രോം ഹിഡ്രോസ് അല്ലേ? ബ്രോം ഹിഡ്രോസ് പഠിച്ചല്ലേ? ആൻഡ് എക്സസീവ് പെർസിപ്പിറേഷൻ വിളിക്കുമ്പോൾ എന്താ? എക്സസീവ് പെർസിപ്പിറേഷൻ വിളിക്കുമ്പോൾ എന്താ? ഹൈപ്പർ ഹിഡ്രോസ് അല്ലേ? ഹൈപ്പർ ഹിഡ്രോസ്. ഇതെല്ലാം കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമല്ലേ? എല്ലാം കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം. സോ സ്കിന്ന് പഠിച്ചു. അടുത്ത് പഠിക്കാൻ പോകുന്ന എന്താ? അടുത്ത് പഠിക്കാൻ എന്താ? ഹെയറിനെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ദിവസം സ്കിന്നിനെ കുറിച്ച് പഠിച്ചു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഹെയറിനെ കുറിച്ച് പഠിക്കാം. എന്താ ഹെയർ? അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സംഭവമാണ് എന്താണ്? ഇപ്പൊ ഈ പ്രായത്തിൽ എല്ലാവർക്കും ഹെയർ ലോസ് വരാറുണ്ടോ? നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായത്തിൽ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും ഹെയർ ലോസ് വരാറുണ്ടോ? ഹെയർ ലോസ് വരാറുണ്ടോ? അറിയില്ല. ഉണ്ടോ? അറിയില്ല. ഉണ്ടോ? എങ്കിൽ അതേ ഉള്ളൂ അല്ലേ? പറയണ്ടോ? ശരിയല്ലേ? ഈ 30 കഴിഞ്ഞപ്പോ ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ ആകുമ്പോ മുടി പൊട്ടിപ്പോറില്ലേ? 30 വയസ്സ് കഴിഞ്ഞ് രാവിലെ ആകുമ്പോ മുടിയെല്ലാം പൊട്ടിപ്പോറില്ലേ? സോ ഹെയർ ലോസിനെ നമ്മൾ പറയുന്ന വാക്കെന്താ? തുടക്കം സിമ്പിൾ ചോദ്യമാണ്. ഹെയർ ലോസിനെ നമ്മൾ പറയുന്ന വാക്കെന്താ? അലോപേഷ്യയാണോ? ഹെയർ ലോസിനെ വിളിക്കുന്ന പേരെന്താ? അലോപേഷ്യ വിളിക്കാല്ലേ? ഹെയർ ലോസിനെ വിളിക്കുന്ന പേരെന്താ? അലോപേഷ്യ വിളിക്കാം. അലോപേഷ്യ എപ്പോഴും പഠിക്കുന്ന എവിടെ നിന്നറിയാമോ? നമ്മൾ കുറെ അധികം ഡിസീസ് കണ്ടീഷനകത്ത് അലോപേഷ്യ വരാറില്ലേ? നമ്മൾ വേറെ കുറെ ഡിസീസ് കണ്ടീഷൻ പഠിക്കുമ്പോൾ അലോപേഷ്യ വരാറുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ പഠിച്ചപ്പോൾ അവിടെ അലോപേഷ്യ വന്നിട്ടുണ്ടോ? അതുപോലെ എക്സാമ്പിൾ ആയിട്ട് ആർക്കുറെ ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ പഠിച്ചപ്പോൾ അലോപേഷ്യ വന്നിട്ടുണ്ടോ? അകത്ത് ആർക്കൊക്കെ തൈറോയിഡിസം ഉണ്ട്? ആർക്കൊക്കെ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്? ഈ കൂട്ടത്തിനകത്ത് ആർക്കൊക്കെ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്? ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോടെ? അപ്പൊ ഹൈപ്പോ തൈറോയിഡിസിനകത്ത് എപ്പോഴും മെയിൻ ആയിട്ട് എന്ത് വരുന്നത്? അലോപേഷ്യ വരുന്നത്. ലോസ് ഓഫ് ഹെയർ എപ്പോഴും വരുന്നത് എവിടെയാ?
ഹൈപ്പോതൈറോയിഡിസത്തിനകത്താണ്. മറക്കരുത്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എപ്പോഴും ദ ലോസ് ഓഫ് ഹെയർ വരാൻ കാരണം മെയിൻ കാരണം ഹൈപ്പോതൈറോയിഡിസമാണ്. ഇതുവരെ ചെക്ക് ചെയ്യാത്ത ആൾക്കാർ പോയി ചെക്ക് ചെയ്യോടെ. ഇനി ചെക്ക് ചെയ്യോ? ആർക്കെങ്കിലും തൈറോയ്ഡ് ഉണ്ടോ? ആർക്കെങ്കിലും തൈറോയ്ഡ് ഉണ്ടോ? തൈറോയ്ഡ് ഉണ്ടോ? ഉണ്ടോ? ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ? ആരെങ്കിലും ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടോ തൈറോയിഡിന്റെ? ഉണ്ടോ ഇവിടെ? ഉണ്ടോ? മറക്കരുത്, ദ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ മെയിൻ എന്താണ്, ഒരു ഫീച്ചറാണ് ഈ പറഞ്ഞ അലോപേഷ്യ എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഹെയറിനകത്ത് പഠിക്കാനുള്ള അടുത്തൊരു വാക്കാണ് ദ ബ്രിട്ടിൽ ഹെയർ. എന്താ അലോപേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോസ് ഓഫ് ഹെയർ എന്ന് പഠിച്ചു. അതുപോലെ വരുന്നൊരു വാക്കാണ് ദ ബ്രിട്ടിൽ ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? എന്തായിരിക്കും? എന്തായിരിക്കും ഇവിടെ? അത് പൊട്ടിപ്പോകുന്നതാണോ? ചോദിക്കട്ടെ. എപ്പോഴും നിങ്ങളുടെ ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് എന്താ, ബ്രിട്ടിൽ ഹെയർ എന്ന് പറയുന്നത് പൊട്ടിപ്പോകുന്നതാണോ? ചോദിക്കട്ടെ. അലോപേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോസ് ഓഫ് ഹെയർ ആണ്. അലോപേഷ്യ എന്ന് പറഞ്ഞാൽ അത് ലോസ് ഓഫ് ഹെയർ ആണ്. അതേസമയം ഹെയറിനകത്ത് വരുന്ന അടുത്തൊരു വാക്കാണ് ദ ബ്രിട്ടിൽ ഹെയർ എന്ന് പറയുന്നത്. എന്താ, അത് പൊട്ടിപ്പോകുന്നതാണോ? ആണോ? യെസ്, ദ ബ്രിട്ടിൽ ഹെയർ എന്ന് പറഞ്ഞാൽ ഹെയർ പൊട്ടിപ്പോകുന്നതാണോ, അതോ ഹെയറിന് നോർമലി ഒരു മോയിസ്ചർ കണ്ടന്റ് ഉണ്ടോ? ഹെയറിന് നോർമലി ഒരു മോയിസ്ചർ കണ്ടന്റ് ഉണ്ടോ? ചോദിക്കട്ടെ. ഹെയറിന് നോർമലി ഒരു മോയിസ്ചർ കണ്ടന്റ് ഉണ്ടോ? നോർമലി ഉണ്ട്. നമ്മുടെ ഹെയറിന്, എല്ലാവർക്കും ഹെയറിന് ഒരു മോയിസ്ചർ കണ്ടന്റ് ഉണ്ടല്ലോ ഇവിടെ. അതേസമയം ഹെയറിന്റെ ദ മോയിസ്ചർ കണ്ടന്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താ? ഹെയറിന്റെ ദ മോയിസ്ചർ കണ്ടന്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താ? അതാണ് ബ്രിട്ടിൽ ഹെയർ. മറക്കരുത്, ഹെയറിന്റെ ദ മോയിസ്ചർ കണ്ടന്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയെ, കണ്ടീഷനെ പറയുന്ന പേരെന്താ? ചോദ്യം വരും. ഹെയറിന്റെ മോയിസ്ചർ കണ്ടന്റ് നഷ്ടപ്പെടുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താ? ബ്രിട്ടിൽ ഹെയർ അല്ലേ? ശരിയല്ലേ? അല്ലേ? ഇതോടെ കാണും, ഇതോടെ കാണും, ഇതും ഇവിടെ കാണും. ഇത് ഹൈപ്പോലല്ലേ? ഇതും ഹൈപ്പോതൈറോയിഡ്സ് ആണ് കേട്ടോ. ഇതും ഹൈപ്പോതൈറോയിഡ്സ് കാണാം. മറക്കാതെ. അലോപേഷ്യ എന്താ? അലോപേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഹെയർ അല്ലേ? അലോപേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഹെയർ ആണ്. അതുപോലെ വരുന്ന വാക്കാണ് ദ ബ്രിട്ടിൽ ഹെയർ എന്ന് പറയുന്നത്. എന്താ ബ്രിട്ടിൽ ഹെയർ? എന്താ? ഹെയറിന്റെ ദ മോയിസ്ചർ നഷ്ടപ്പെടുകയല്ലേ? ഹെയറിന്റെ മോയിസ്ചർ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് വിളിക്കാം ബ്രിട്ടിൽ ഹെയർ എന്ന് വിളിക്കാം. ഇതെല്ലാം പ്രധാനമായിട്ട് കാണണം. ആർക്കെങ്കിലും അറിയാമോ? എന്താ PCOD അറിയാമോ? ആർക്കും PCOD ആയിട്ടുണ്ടോ? പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും PCOD ആയിട്ടുണ്ടോ? മിക്കവാറും ഫീമെയിൽസ് ഉണ്ടാറുണ്ടോ? ഉണ്ടോ അവിടെ PCOD? ഈ പറഞ്ഞ ആൾക്കാരെ ഉണ്ടോ? ഈ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ PCOD? നിങ്ങൾക്ക് ആർക്കെങ്കിലും PCOD ഉണ്ടോ? ഫീമെയിൽസ് ചോദിക്കുകയാണ്. ഫീമെയിൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും PCOD ഉണ്ടോ? യെസ് പറയും. ആർക്കെങ്കിലും PCOD ഉണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. ആ PCOD എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ഇത് ഹോർമോൺ ചേഞ്ചിൽ വരുന്നത്. ഒരാൾക്ക് PCOD ഉണ്ടെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഒരു ഹോർമോൺ ചേഞ്ചിൽ വരുന്നത്. അത് ശരിയല്ലേ? അപ്പൊ ഹൈപ്പോതൈറോയിഡിസിനകത്തുണ്ട്. PCODക്കകത്ത് എപ്പോൾ എന്തുണ്ട്? അലോപേഷ്യ. ഇതുപോലെ തന്നെ ദ ബ്രിട്ടിൽ ഹെയറും ഉണ്ട്. അലോപേഷ്യ എന്ന് പറഞ്ഞാൽ ദ ലോസ് ഓഫ് ഹെയർ ആണ്. ദ ബ്രിട്ടിൽ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഉള്ള ഹെയറിന്റെ എന്ത് നഷ്ടപ്പെടുന്നു? മോയിസ്ചർ നഷ്ടപ്പെടുന്ന അവസ്ഥ വിളിക്കാം ദ ബ്രിട്ടിൽ ഹെയർ എന്ന് വിളിക്കാം. രണ്ട് കാര്യം ക്ലിയർ ആയോ? അലോപേഷ്യയും ആൻഡ് ദ ബ്രിട്ടിൽ ഹെയർ ക്ലിയർ ആയോ? രണ്ട് ടൈംസ് ക്ലിയർ ആവട്ടെ. ഇതെല്ലാം ഓപ്ഷനകത്ത് വരും കേട്ടോ. ഇത് ചോദ്യമായിട്ട് വരത്തില്ല, എല്ലാം ഓപ്ഷനായിട്ട് വരും. രണ്ട് വാക്ക് കിട്ടിയോ? ഇത് ഹെയറിനകത്ത് ഫിസിക്കൽ എക്സാമിനേഷനകത്ത് ഹെയറിനകത്ത് അലോപേഷ്യയും അതുപോലെ തന്നെ ദ ബ്രിട്ടിൽ ഹെയർ ക്ലിയർ ആയോ? അലോപേഷ്യ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹെയർ. അതുപോലെ തന്നെ ഇത് ബ്രിട്ടിൽ ഹെയർ എന്താ പറഞ്ഞ ഹെയറിന്റെ മോയിസ്റ്റ് കണ്ടന്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താ? ദ ബ്രിട്ടിൽ ഹെയർ എന്ന് വിളിക്കുക. കിട്ടിയോ?
കിട്ടിയോ? ഹെയർ കിട്ടിയോ? ഹെയർ കിട്ടിയോ? ഹെയർ കിട്ടിയോ? ഫിസിക്കൽ എക്സാമിനേഷനകത്ത് ഹെയർ കിട്ടിയോ? ഫിസിക്കൽ എക്സാമിനേഷനകത്ത് ഹെയർ കിട്ടിയോ? ഹെയർ കിട്ടിയല്ലോ, കിട്ടിയല്ലോ. ഇനി അതുണ്ട്. സ്കിന്നിന്റെ അടുത്ത പാർട്ട് ഏതാ? സ്കിന്നിന്റെ അടുത്ത പാർട്ട് ഏതാ? ഏതാ? കഴിഞ്ഞ ദിവസം അത് പഠിച്ചോടെ, നോക്കടേ. കഴിഞ്ഞ ദിവസം പഠിച്ചു, ഇത് പഠിച്ചു. ആദ്യം അപ്പിയറൻസ് ആണ് മെന്റൽ സ്റ്റഡീസ് പഠിച്ചില്ലേ? അപ്പിയറൻസും മെന്റൽ സ്റ്റഡീസ് പഠിച്ചു, വൈറ്റൽ സയൻസ് പഠിച്ചു, ഹൈറ്റും വെയിറ്റും പഠിച്ചു. ശേഷം സ്കിന്ന് തുടങ്ങി വെച്ചു. സ്കിന്നിന്റെ കുറെ കണ്ടീഷന്റെ പേര് പഠിച്ചു. ശേഷം എന്ത് പറഞ്ഞു? ഇന്ന് ഹെയറിനെ കുറിച്ച് പറഞ്ഞു. അടുത്തുണ്ട് ഹെയർ കഴിഞ്ഞാൽ സ്കിന്നുമായി ബന്ധപ്പെട്ടതാ. ഹെയർ കഴിഞ്ഞാൽ സ്കിന്നുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇത് നൈലുണ്ടോ? ഹെയർ കഴിഞ്ഞാൽ സ്കിന്നുമായി ബന്ധപ്പെട്ട വേറെയുണ്ടോ? ഇത് നൈലുണ്ടോ? ഞാൻ കറക്റ്റ് ഓർഡറിൽ പഠിപ്പിക്കുന്നു. അതുപോലെ പഠിക്കുമല്ലോ. ഞാൻ കറക്റ്റ് ഓർഡറിൽ പഠിപ്പിക്കുന്നു. അത് പഠിക്കൂ. പഠിക്കുന്നുണ്ടോ? എല്ലാവർക്കും കുറെ റെക്കോർഡിങ് കിട്ടിയല്ലോ. ആ റെക്കോർഡിങ്സ് എല്ലാം കിട്ടിയല്ലോ എല്ലാവർക്കും. ഇതുവരെയുള്ള എല്ലാ റെക്കോർഡിങ്സ് കിട്ടിയല്ലോ. ഇതുവരെയുള്ള സെല്ല്, ടിഷ്യൂ, എപ്പിത്തീലിയം, ഗ്ലാൻസ്, കണക്റ്റീവ് ടിഷ്യൂ, കാർട്ടിലേജസ് കിട്ടിയോ? ബ്ലഡ്, മസ്കുലോ, ഫൗണ്ടേഷൻ കിട്ടിയല്ലോ എല്ലാവർക്കും. കിട്ടിയോ? യെസ്, ഉണ്ട് എല്ലാവരും. ചോദിക്കും, കാരണം പലരുടെ ഫോണ് കംപ്ലൈന്റ് ആയി പോകുന്നു അല്ലേ? അവസാന നിമിഷം പലരുടെ ഫോണ് താഴെ വീഴുന്നു, പൊട്ടുന്നു. എനിക്ക് 4 പേര് മെസ്സേജ് തന്നു. 4 പേർ ഒരു ദിവസം 4 പേര് ഫോൺ പൊട്ടിപ്പോയി. ഒരു ദിവസം 4 പേര് വെച്ച് ഫോൺ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞത് 4 പേർ. സോഫ്റ്റ്വെയർ ഇഷ്യൂ 1, 2, 3 പേര് പറഞ്ഞാണ്. ഫോണിൽ നിന്ന് മിസ്സായി പോയ കുറെ പേരുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് നമ്പറിലോട്ടോ, അച്ഛൻ നമ്പറിലോട്ടോ, അനുജൻ നമ്പറിലോട്ടോ ഈ നോട്ട് റെക്കോർഡിങ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ നമ്പറിലോട്ട് അതാ ദിവസം വരുന്ന റെക്കോർഡിങ്സും നോട്ടുകളും സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആരെങ്കിലും എസ് പറയട്ടെ. ഓട്ടെ, ആരെങ്കിലും അതിനകത്ത് ഫാമിലിക്കകത്തുള്ള ആരെങ്കിലും നമ്പറിലോട്ട് എല്ലാം അയച്ചിരുന്നുണ്ടെങ്കിൽ, ഫാമിലിക്കകത്തുള്ള ആരെങ്കിലും നമ്പറിലോട്ട് ഉണ്ടല്ലോ അയക്കണം. അയക്കൂ. അതിന് എന്ത് ചെയ്യുന്ന അറിയുമോ? ഞാൻ അയക്കുന്ന റെക്കോർഡ് അത് എനിക്ക് അയക്കും കേട്ടോ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അയക്കാൻ പറ്റില്ലെങ്കിൽ, ഞാനും ഫാമിലി മെമ്പേഴ്സ് അല്ലേ അല്ലേ? എനിക്ക് അയക്കുമല്ലോ എല്ലാവരും. എനിക്ക് അയച്ചിടും കേട്ടോ, എനിക്ക് അയച്ചിടും, കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോൾ വേറെ ആർക്കും അയക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് തന്നെ ഞാൻ അയക്കി റെക്കോർഡ് അയച്ചിടുക, അവിടെ സേവ് ആയി കിടക്കും കേട്ടോ. സോ നൈൽസിനകത്ത് സ്കിന്ന് കണ്ടു, ഹെയർ കണ്ടു. അടുത്ത് കാണാൻ എന്താണ്? നൈൽസിനെ കുറിച്ചാണ്. ഇവിടെ കേരള PC എക്സാമിന് സ്ഥിരം കുറെ ചോദ്യമുണ്ട്. അറിയാം ആരെങ്കിലും കേരള PC എക്സാമിന് നൈൽസിൽ നിന്ന് കുറെ ഡിസീസ് കണ്ടീഷൻ കേട്ടുണ്ടോ? നൈൽസിൽ നിന്നും കുറച്ച് ഡിസീസ് കണ്ടീഷൻ എപ്പോഴും കേരള PC എക്സാമിന് സ്ഥിരം ചോദ്യമാണ്. ഫിസിക്കൽ എക്സാമിനേഷനകത്ത്, നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഇത് നെയിൽസിൽ എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഇത് നെയിൽസിനകത്ത് ഇത് ക്ലബിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതായിരുന്നു പല പ്രാവശ്യം കേരള PC എക്സാമിന് സ്ഥിരം ചോദ്യം ഇതാണ്. ഇത് നെയിൽസിനകത്ത് എന്താണ് ഇത് ക്ലബിങ് എന്ന് പറയാൻ എന്താ? ആർക്ക് പറയാൻ? എന്താണ് ദ ടൈം ദ ക്ലബിങ്? ആർക്ക് പറയാൻ? എന്താണ് ദ ടൈം ദ ക്ലബിങ്? ആർക്ക് പറയാം? സാധാരണ ഏറ്റവും നോർമലായിട്ട് നമ്മുടെ ഇത് നെയിലും ആൻഡ് നെയിൽ ബെഡും നമ്മൾ ആംഗിൾ എത്ര? നോർമലി നമ്മുടെ ഇത് നെയിലും ആൻഡ് നെയിൽ ബെഡും തമ്മിലുള്ള ആംഗിൾ എത്ര? ഇനിയും നോർമൽ, അബ്നോർമൽ അല്ല. നോർമലായിട്ട് നമ്മുടെ ഇത് നെയിൽ ബെഡും ആൻഡ് നെയിലും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി അല്ലേ? നോർമലി നിങ്ങളുടെ നെയിലും ആൻഡ് നെയിൽ ബെഡും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 180 ഡിഗ്രി ആണോടെ? താഴെയാണോ മുകളിലാണോ? നോർമലി നമ്മുടെ ഇത് നെയിലും ആൻഡ് നെയിൽ ബെഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 താഴെയല്ലേ? 180 താഴെയല്ലേ? നോർമലി നിങ്ങളുടെ ഇത് നെയിലും ആൻഡ് നെയിൽ ബെഡ് 180 താഴെയല്ലേ? പക്ഷേ ക്ലബിങ് എന്ന് പറയാൻ എന്താ? നെയിൽസിനകത്ത് ക്ലബിങ് എന്ന് പറയാൻ എന്താ?
എന്തായിരിക്കും? ആ നെയിലും ആ നെയിൽ ബെഡും തമ്മിൽ ആംഗിൾ 180 മുകളിൽ പോയാൽ വിളിക്കുന്ന പേരെന്താ? നിങ്ങളുടെ നെയിലും നെയിൽ ബെഡും 180 ഡിഗ്രിക്ക് മുകളിൽ പോയാൽ എന്ത് വിളിക്കാം? ദ ക്ലബിംഗ് എന്ന് വിളിക്കാം. മറക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള ദ നെയിലും ആ നെയിൽ ബെഡും 180 ഡിഗ്രിക്ക് മുകളിൽ ആംഗിൾ പോയാൽ വിളിക്കുന്ന പേരെന്താ? ക്ലബിംഗ് വിളിക്കാം. ശരിയല്ലേ? ക്ലിയല്ലേ? യൂഷ്വലി ആറിലാണ് എപ്പോഴും ക്ലബിംഗ് ഓഫ് നെയിൽ കാണുന്നത്. അതാണ് ചോദ്യം. ആറിലാണ് ഇത് ക്ലബിംഗ് ഓഫ് നെയിൽ കാണുന്നത്. ആറിലായിരിക്കും. എല്ലാവരും ഉണ്ടോ? എല്ലാവരും കാണാറുണ്ടോ? ആർക്കും പറയാം? അതാ ചോദ്യം. എപ്പോഴും ഇത് ക്ലബിംഗ് ഓഫ് നെയിൽ എന്ന് പറയുമ്പോൾ നോർമലി ഇത് നെയിലും നെയിൽ ബോട്ടും എപ്പോഴും 180 മുകളിൽ ആംഗിൾ ഉണ്ട്. പക്ഷെ ഇത് ക്ലബിംഗ് എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിക്ക് താഴെയാണ് നെയിലും നെയിൽ ബെഡും തമ്മിലുള്ള ആംഗിൾ വരുന്നത്. അവിടെ ചോദ്യം എന്ന് പറയുന്നത് ക്ലബിംഗ് ആറിലാണ് കാണുന്നത്. യൂഷ്വലി എന്ത് കണ്ടീഷനിലാണ് ക്ലബിംഗ് ഓഫ് നെയിൽ കാണുന്നത്? ആറിലാണ്. ലാക്ക് ഓഫ് ഓക്സിജൻ ഉള്ള ആൾക്കാരിലാണോ? ഓക്സിജൻ ഒരു ലോങ് ടൈമിൽ കിട്ടാൻ വരുമ്പോഴാണോ? ഓക്സിജൻ ഒരു ലോങ് ടൈമിൽ ഒരാൾക്ക് കിട്ടാൻ വരുമ്പോഴാണോ ക്ലബിംഗ് ഓഫ് നെയിൽ വരുന്നത്? ഓക്സിജൻ ഒരു ലോങ് ടൈമിൽ ഒരാൾ കിട്ടാതെ വരുമ്പോഴാണ് ക്ലബിംഗ് വരുന്നത്. എങ്കിൽ അത് ഏത് കണ്ടീഷൻ ആയിരിക്കും? COPD അല്ലേ? COPD അല്ലേ? COPD അല്ലേ? സാധാരണഗതിയിൽ ലോങ് ടൈമായിട്ട് ഓക്സിജൻ കിട്ടാതെ വരുന്ന കണ്ടീഷൻ ഏതാ? COPD അല്ലേ? നോർമലി ഈ പറഞ്ഞ ലോങ് ടൈമായിട്ട് ഓക്സിജൻ കിട്ടാതെ വരുന്ന കണ്ടീഷൻ ഏതാ? COPD അല്ലേ? പക്ഷെ ഇത് ക്വസ്റ്റ്യനകത്ത് ഓപ്ഷനകത്ത് COPD കണ്ടാൽ ചോദിക്കും, അയ്യോ COPD കണ്ടിട്ടില്ലല്ലോ, COPD അടിക്കത്തില്ല, വേറെ ഏതെങ്കിലും ഒരിക്കലും ശരിയല്ലേ? അല്ലേ? ക്വസ്റ്റ്യൻ ഓപ്ഷനകത്ത് COPD കണ്ടാൽ COPD ക്ലബിംഗ് വരും. ഞാൻ അതിന്റെ ഡെഫിനേഷനകത്തോ ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തോ ഇത് ക്ലബിംഗ് എന്ന വാക്ക് കണ്ടിട്ടേ ഇല്ല. വരാൻ സാധ്യത കുറവാണ്. പക്ഷേ മറക്കരുത്, ലോങ് ടൈമായിട്ട് COPD പേഷ്യൻസ് എപ്പോഴും ലാക്ക് ഓഫ് ഓക്സിജൻ വരുന്ന സമയത്ത് ക്ലബിംഗ് ഓഫ് നെയിൽ വരാം. നെയിലും ആ നെയിൽ ബെഡ് തമ്മിൽ ആംഗിൾ 180 ഡിഗ്രിയോ അത് മുകളിലോട്ടോ വരാം. ശരിയല്ലേ? അത് വിളിക്കും എന്താ? ക്ലബിംഗ് ഓഫ് നെയിൽ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? കിട്ടിയോ? ആ ടൈം കിട്ടിയോ? ഇതെല്ലാം ഷുവർ ആയിട്ട് ഓപ്ഷനകത്ത് വരും, ചോദ്യമായിട്ടല്ല കുഞ്ഞെ. എല്ലാം ഇതിന്റെ ക്ലബിംഗ് എന്നോ നെയിൽസിന്റെ എല്ലാ ടെർമിനോളജീസും എപ്പോഴും ക്വസ്റ്റ്യന്റെ ഓപ്ഷനകത്ത് കണ്ടുള്ളൂ എന്നുള്ളത് അറിയട്ടെ. സത്യമല്ലേ? നെയിൽസിനകത്ത് വരുന്ന ഓരോ ടേമും ഇത്രയും വർഷമായിട്ട് ഓരോ ചോദ്യത്തിന് ഓപ്ഷനകത്ത് മാത്രമാണ് വർഷങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പഠിക്കുക എന്താണ് ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ എന്താ. നെയിലും ആ നെയിൽ ബെഡ് തമ്മിൽ ആകെ എത്രയും എളുപ്പവും 180 ഡിഗ്രിക്ക് മുകളിൽ പോലെ. കാരണം എന്താ? മെയിൻ ആയിട്ട് ലാക്ക് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ കുറയുന്ന കാര്യം കൊണ്ടല്ലേ മെയിൻ കണ്ടീഷൻ. COPD പേഷ്യന്റ് എപ്പോഴും ക്ലബിംഗ് ഓഫ് നെയിൽ കാണുന്നത് കണ്ടുണ്ടായിരിക്കില്ലേ? ഏതെങ്കിലും പേഷ്യന്റില് ക്ലബിംഗ് ഓഫ് കണ്ടുണ്ടോ? എവിടെ? അത് നോക്കാൻ സമയമുണ്ടോ? സ്വന്തം നെയിൽ നോക്കുന്നില്ല, പിന്നെയാണ് പേഷ്യന്റിന്റെ നെയിൽ നോക്കുന്നത്. ശരിയല്ലേ? സ്വന്തം നെയിൽ നോക്കാൻ സമയമില്ല, പിന്നെയാണ് പേഷ്യന്റ് നെയിൽ അല്ലേ? സത്യമല്ലേ? സ്വന്തം നെയിൽ നോക്കാറില്ല, പിന്നെയാണ് പേഷ്യന്റ് കയ്യിൽ നെയിൽ. എന്തൊക്കെ പറയുന്നല്ലേ? ഇത് നെയിൽസിനകത്ത് ക്ലബിംഗ് കഴിഞ്ഞ് വെറുതെ ഉണ്ടോ? നെയിൽസിനകത്ത് ക്ലബിംഗ് കഴിഞ്ഞാൽ വേറെ കണ്ടീഷൻ ഉണ്ടോ? 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 എവിടെയെങ്കിലും ഇത് കൊയിലോനേഷ്യ ഉണ്ടോ? എവിടെയെങ്കിലും കൊയിലോനേഷ്യ പ്രീവിയസ് എക്സാം ചോദ്യമാണ്. എവിടെയെങ്കിലും കൊയിലോനേഷ്യ കേട്ടിട്ടുണ്ടെങ്കിലും കേരള PC എക്സാമിന് പ്രീവിയസ് ചോദ്യമാണ്. കേരള PC എക്സാമിന് പ്രീവിയസ് ചോദ്യം ഉണ്ടോ? എസ് പറയുക. ക്ലബിംഗ് പഠിച്ചു, അതുപോലെ വരുന്ന നെയിൽസിനകത്ത് വരുന്ന അടുത്തൊരു ടേമാണ് കൊയിലോനേഷ്യ. എന്തായിരിക്കും? ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്പൂണിംഗ് ഓഫ് നെയിൽ ഉണ്ടോ? സ്പൂണിംഗ് ഓഫ് നെയിൽ ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് സ്പൂണിംഗ് ഓഫ് നെയിൽ എന്ന വാക്ക് ടേം കിട്ടുന്നുണ്ടോ? എന്താ? കൊയിലോനേഷ്യയില്ലേ? കൊയിലോനേഷ്യയില്ലേ? മറക്കരുത്, ചോദ്യം വരും. സ്പൂണിംഗ് ഓഫ് നെയിലിലെ സ്പൂണിംഗ് ഓഫ് നെയിലിനെ വിളിക്കുന്ന പേരെന്താ? സ്പൂണിംഗ് ഓഫ് നെയിലിനെ വിളിക്കുന്ന പേരെന്താ? കൊയിലോനേഷ്യ. അവിടെയാണ് കേരള PC അടുത്ത ചോദ്യം. നിങ്ങൾ ആരോ ഉള്ളിൽ പറഞ്ഞു
ഞാൻ കണ്ടു. ആര് പറഞ്ഞെന്നും ആര് ആൻസർ ചെയ്തെന്നും ഞാൻ കണ്ടു. അയാളുടെ പേരും ഓർമ്മയുണ്ട്. ശരിയായ ഉത്തരം പറയുന്ന ആളുണ്ട്. ഞാനത് വാക്ക് പറഞ്ഞപ്പോഴേ ശരിയായ ഉത്തരം പറഞ്ഞ ഒരാൾ ഇതിനകത്തുണ്ട്. സ്പൂണിങ് ഓഫ് നെയിൽ അല്ലെങ്കിൽ ദ കൊയിലോനേഷ്യ ആക്ച്വലി കാണുന്നത് ഏത് കണ്ടീഷനിലാണ്? അതാ ചോദ്യം. പണ്ട് വർഷം മുമ്പ് ആണെങ്കിൽ സ്പൂണിങ് ഓഫ് നെയിൽ എന്താണ് ആലോചിക്കും. കൊയിലോനേഷ്യ ആണോ, ക്ലബിംഗ് ആണോ? അതായത് ചോദ്യം. പക്ഷേ ഇപ്പോൾ ചോദ്യം മാറിക്കഴിഞ്ഞു. ഈ പറഞ്ഞ കൊയിലോനേഷ്യ കാണുന്നത് ഏത് കണ്ടീഷനിലാ? ഏത് കണ്ടീഷനിലാ? അനീമിയ എന്നാലും പറഞ്ഞു. ഏതനീമിയ? 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 പറഞ്ഞേ. സ്പൂണിങ് ഓഫ് നെയിൽ അല്ലെങ്കിൽ ദ കൊയിലോനേഷ്യ കാണുന്നത് ഏത് അനീമിയില്ല? എല്ലാവർക്കും പറയാം അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലേ? സ്പൂണിങ് ഓഫ് നെയിൽ കാണുന്നത് ഏത് ടൈപ്സ് ഓഫ് അനീമിക്കകത്താണ്? വിറ്റമിൻസിനകത്ത് നിന്ന് ന്യൂട്രീഷനകത്തും ചോദിക്കാം, അതുപോലെ ഫൗണ്ടേഷനകത്ത് രണ്ട് ചോദ്യം ഒരുപോലെ ചോദിക്കാം. എന്താണ് കൊയിലോനേഷ്യ? എന്താണ് സ്പൂണിങ് ഓഫ് നെയിൽ വിളിക്കുന്ന പേരാണ് കൊയിലോനേഷ്യ. ഇത് പഠിച്ചു. അതുപോലെ ഇത് ന്യൂട്രീഷൻ ചോദിക്കാം. കൊയിലോനേഷ്യ ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ അല്ലെങ്കിൽ ഏതാണ്? ഏത് അനീമിയിലാണ്? ഏത് അനീമിയിലാണ്? അയൺ ഡെഫിഷ്യൻസി ആണോ? അയൺ ഡെഫിഷ്യൻസി അനീമിയാണോ? ആണോ? ആണോ? അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന വൈറ്റമിൻ ഏതാ? അയൺ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ആരാ? അയൺ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ആരാടെ? അയൺ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ആരാ? ആരാ? കമന്റ് കേക്കട്ടെ. അയൺ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ആരാ? ആരാ? ഉത്തരം അങ്ങോട്ട് പോളൂ. ഉത്തരം പറഞ്ഞിട്ട് പോളൂ. പറഞ്ഞു. അയൺ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ആരാ? വരട്ടെ. എല്ലാം സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യട്ടെ. ഒരു നിമിഷം സ്റ്റോപ്പ് ചെയ്യട്ടെ. ഒരു നിമിഷം സ്റ്റോപ്പ് ചെയ്യട്ടെ. ഞാൻ കുറെ ചോദ്യം ചോദിക്കാം. സിറോഫ്താൽമിയ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? സിറോഫ്താൽമിയ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി ഏതാ? ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ചോദ്യം ചോദിക്കാൻ സമയമായെന്ന് തോന്നി, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു നിമിഷം. സിറോഫ്താൽമിയ ആണെങ്കിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി അല്ലേ? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. രണ്ടാമത്തെ ചോദ്യം, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കാരണം നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകും? വൈറ്റമിൻ എ. ആൻഡ് കെരാറ്റോ മലേഷ്യ ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസിയാ? കണ്ടോടെ? കെരാറ്റോ മലേഷ്യ പോലെ വാക്കല്ല ഇത് കൊയിലോനേഷ്യ. കണ്ടോരെങ്കിലും കെരാറ്റോ മലേഷ്യ പോലെ വരുന്ന വാക്കല്ല കൊയിലോനേഷ്യ? അതുണ്ടല്ലേ, കണ്ടു. അപ്പൊ കെരാറ്റോ മലേഷ്യ ആയാലും വൈറ്റമിൻ എ ആണ്. ആൻഡ് ബിറ്റോൾ സ്പോട്ട് ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്? ബിറ്റോൾ സ്പോട്ട് വൈറ്റമിൻ എ. ആര് ചോദിക്കട്ടെ? സിറോഫ്താൽമിയ ആണെങ്കിൽ വൈറ്റമിൻ എ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണെങ്കിൽ വൈറ്റമിൻ എ, കെരാറ്റോ മലേഷ്യയിലും വൈറ്റമിൻ എ, ബിറ്റോൾ സ്പോട്ട് ആണെങ്കിലും വൈറ്റമിൻ എ. കിട്ടിയോ? എത്ര കിട്ടിയോ? ആൻഡ് റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ കോസിങ് ഏത് വൈറ്റമിനാ? റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ കോസിങ് ഏത് വൈറ്റമിനാ? റിക്കറ്റ്സ് ഡി. ഓസ്റ്റോ മലേഷ്യന്റെ അഡൽട്ട് കോസ് ഏത് വൈറ്റമിനാ? വൈറ്റമിൻ ഡി. ബ്ലീഡിംഗ് ഡിസോർഡർ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ കെ. ബ്ലീഡിംഗ് ഡിസോർഡർ ആരാ? വൈറ്റമിൻ കെ. അസ്കോർബിക് ആസിഡ് എന്ന വൈറ്റമിൻ ഏതാ? സി അല്ലേ? സി, അസ്കോർബിക് ആസിഡ്. അതുപോലെ സ്കർവി ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? സ്കർവി സി. ആൻഡ് ബെറി ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ B1 ആണോ? B1 ഡെഫിഷ്യൻസി ബെറി ഉണ്ടാക്കും. ആൻഡ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? B12 ആണോ? പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കും. പറഞ്ഞേ.
പെർനീഷ്യസ് അനിമലിലൊക്കെ B12 ആണോ? B12 ആണോ? ആണോ? പറ, എല്ലാം പറഞ്ഞു, എല്ലാം പഠിക്കണ്ടേ, പറഞ്ഞു. സ്റ്റോമറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? അൾസറേഷൻ, ഇൻഫ്ലമേഷൻ, ഓറൽ ക്യാവിറ്റി. റിബോഫ്ലാവിൻ എന്ന വൈറ്റമിൻ ഏതാ? B2 ആണോ? B2 ആണോ? റിബോഫ്ലാവിൻ. And the 4D disease are the dermatitis, diarrhea, dementia, and the death are 4D. Vitamin B3. Niacin, അല്ലേ? Niacin. And the megaloblastic anemia ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? Megaloblastic anemia വൈറ്റമിൻ ഏതാ? The B9 folic acid അല്ലേ? B9 folic acid അല്ലേ? And the pernicious anemia ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? The B12 അല്ലേ? അപ്പോൾ ഇവിടെ ചോദ്യം, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? ആർക്ക് പറയാം? ഇത്രയും പറഞ്ഞു, ആർക്ക് പറയാം? വൈറ്റമിൻ ആർക്ക് പറയാം? ഇത് B12 ആണോ? ഇത് B9 ആണോ? ഇത് B12 ആണോ? B9 ആണോ? ആർക്ക് പറയാം? നോക്കട്ടെ, പറ, എല്ലാം പറഞ്ഞ് ചോദിക്കുകയാണ്. ഇത് B9 ആണോ? B9 ആണോ? B12? ഉത്തരം എടി വാട്സപ്പ് ഇട്ടോ, വാട്സപ്പ് എഴുതി നോക്കട്ടെ, കണ്ടുപിടിക്കണ്ടേ? ഞാൻ പറയും, ഫൗണ്ടേഷനകത്ത് വരുന്ന എന്റെ ക്ലബിങ് പറഞ്ഞു, അതുപോലെ തന്നെ ഇത് കൊയിലോനേഷ്യ പറഞ്ഞു തന്നു. ഇത് കൊയിലോനേഷ്യ പറഞ്ഞപ്പോൾ ഒരാൾക്ക് പറഞ്ഞു സ്പൂണിങ് ഓഫ് നെയിലാണ് കൊയിലോനേഷ്യ പറഞ്ഞു. അത് ഈ പറഞ്ഞ അയൺ ഡെഫിഷ്യൻസി അനീമിയ ബന്ധപ്പെട്ട വാക്കാണെന്നും പറഞ്ഞു. ഇത്ര കിട്ടിയല്ലോ. ഇനി ഇത് നെയിൽസിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് നെയിൽസിനകത്ത് വേറെ പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്താണ് ഇത് ബിയോസ് ലൈൻ എന്ന് പറയാൻ? എന്താണ് ഇത് ബിയോസ് ലൈൻ എന്ന് പറയാൻ? നോർമലി കാണുന്ന ഒന്നാണിത്. ഇത് ബിയോസ് ലൈൻ എന്നോ ഇത് ബുവാസ് ലൈൻ എന്നോ എന്ത് വേണമെങ്കിലും പിടിച്ചോളൂ, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയാൽ മതി. ഇത് ബിയോസ് ലൈൻ എന്ന് പറയാൻ ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇത് നോർമലി കാണുന്ന ഒന്നാണോ? നോർമലി കാണുന്ന ഒന്നാണത്. എന്റെ ചോദ്യമാണ്, ഇത് ബിയോസ് ലൈൻ എന്ന് പറയുന്നത് നോർമലി കാണുന്ന ഒന്നാണോ? അല്ലല്ലോ. ഇതൊരു ചെറിയ ഗ്രൂസ് അല്ലേ? എന്താ വാക്ക് നടത്തുന്നത്? എന്ത് ഗ്രൂസ് എന്ന വാക്ക് നടത്തുന്നതാ? പറഞ്ഞു വായിക്കും, സാർ എന്തോ വേറെ എന്തോ വാക്ക് പറയാണ്, മനസ്സിലാകുന്നില്ല. ഇത് ഗ്രൂസ് എന്ന വാക്ക് നടത്തുന്നതാടേ. എനിക്ക് ചെറിയ ടൈംസ് പോലും നിങ്ങൾ പലരും ഇത് മലയാളം മീഡിയം പഠിച്ച ആൾക്കാരുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തരാനുള്ള ആഗ്രഹം വളരെ കൂടുതലാണ്. ഇത് ഗ്രൂസ് എന്ന വാക്ക് എന്താ? ഇത് ഡിപ്രഷൻ ആണോ? ഇത് ഗ്രൂസ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ആണോ? ആണ്. നമ്മളിത് നെയിൽസിൽ കാണപ്പെടുന്ന ചെറിയ ഡിപ്രഷൻ അല്ലേ? നമ്മുടെ നെയിൽസിൽ കാണപ്പെടുന്ന ചെറിയ ഡിപ്രഷൻ അല്ലേ? മിക്കവാറും ആൾക്കാരും നെയിൽസിൽ കാണപ്പെടുന്ന ചെറിയ ഡിപ്രഷൻ അല്ലേ? ആരല്ല ഉണ്ടാവുന്നത്? ഇത് ഗ്രൂസ് എന്നോ ഇത് ബിയോസ് ലൈൻ എന്നോ നെയിൽസിൽ കാണപ്പെടുന്ന ചെറിയ ഡിപ്രഷൻ ആരിലാണ് കണ്ടത്? നോർമലി ഉണ്ടായിരിക്കും. നോർമലി ഇത് ബിയോസിൽ ഉണ്ടായിരിക്കും. നോർമലി ഇത് ബിയോസിലുണ്ടോ? നോക്കണേ, ഉണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് ഇതിനകത്തുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിങ്ങത്തിലുണ്ടോ? ഉണ്ടോ? പറയട്ടെ, ഉണ്ടോടെ? നോർമൽ ഉണ്ടോ? ഇത് നോർമലി ഉണ്ടോ? ഇല്ലല്ലോ. നോർമൽ ഇല്ല. പിന്നെ ആരിലുണ്ട്? ഒരു ഇൻഫെക്ഷനോ ഇൽനെസ്സിനോ വരുമ്പോഴാണോ? ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോഴോ ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴാണോ ഉണ്ടാകുന്നത്? നോർമലി ഒരു ഇൻഫെക്ഷനോ ഒരു ഡിസീസ് കണ്ടു വരുമ്പോൾ എപ്പോഴും നൈൽസിൽ ഗ്രൂസ് ഉണ്ടാകുന്നത് അല്ല, ശരിയല്ലേ? നോർമലി ഉണ്ടാവാറില്ല. നോർമലി ഗ്രെയിൻ പറഞ്ഞ നെയിൽ ഗ്രോത്ത് നിൽക്കാറുണ്ടോ? സാധാരണ ഒരു അസുഖം ഉണ്ടാകാതെ നിങ്ങളുടെ നെയിലിന്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവാറുണ്ടോ? നോർമലി ഒരു അസുഖം ഉണ്ടാകാതെ
നിങ്ങളുടെ ഇത് നൈലിന്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവാറുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഒരു ഇൽനെസ്സോ വരുമ്പോഴല്ലേ, ശരിയല്ലേ? അപ്പോൾ ദ നൈൽസ് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന കണ്ടീഷൻ എന്താ? അതാണ് ചോദ്യം. ദ നൈൽസിന്റെ ഗ്രോത്ത് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന കണ്ടീഷൻ എന്താ? ചോദ്യം ഇതാണ്. ദ നൈൽസ് ടെമ്പററി ആയിട്ട് നൈൽസിന്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവുന്ന കണ്ടീഷൻ എന്താ? ദ വ്യൂവേഴ്സ് ലൈനിലെ, ശരിയല്ലേ? ശരിയല്ലേ? ഒരു വാക്ക് ശ്രദ്ധിച്ചോ, ഒരു വാക്ക് ശ്രദ്ധിച്ചാണെങ്കിലും ഒരു വാക്ക് എന്താ? ഞാൻ പറഞ്ഞതിൽ ഒരു വാക്ക് എന്താ? ഒരു വാക്ക്. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു വാക്ക് ശ്രദ്ധിച്ചോ. ടെമ്പററി ആണ്, പെർമനന്റ് ആണോ? ദ നൈലിന്റെ ഗ്രോത്ത് ടെമ്പററി സ്റ്റോപ്പേജ് ആണോ, പെർമനന്റ് സ്റ്റോപ്പേജ് ആണോ? ഇൻ ദ വ്യൂവേഴ്സ് ലൈൻ നൈലിന്റെ ഗ്രോത്ത് ടെമ്പററി സ്റ്റോറേജ് ആണോ, പെർമനന്റ് സ്റ്റോപ്പേജ് ആണോ? എന്താ? ടെമ്പററി. ആ ഒരു വാക്ക് ഒരിക്കലും മറക്കരുത്. കേരള PC എക്സാമിന് JPH എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. നൈലിന്റെ ടെമ്പററി സ്റ്റോപ്പേജിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? എന്താ? വ്യൂവേഴ്സ് ലൈനിലെ, ശരിയല്ലേ? ഇതും കിട്ടിയോ? കിട്ടി. ഇനി അടുത്ത വാക്കെന്ന് അറിയാമോ? ഇത് നെയിൽസിനകത്ത് പറഞ്ഞാൽ കിട്ടുന്ന വാക്കുണ്ട്. ഓൺകൈവോസിസ് എന്താണ്? ഓൺകോമൈക്കോസ് വിളിക്കുക. എന്തായിരിക്കും? നമ്മൾ സാധാരണ കാണാൻ പഠിച്ചാലും എത്ര പഠിച്ചാലും ചോദിക്കട്ടെ. ഇത് ഗ്രൂപ്പിനകത്ത് കുറെ റെക്കോർഡിങ് കിട്ടിയായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം റെക്കോർഡിങ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് റെക്കോർഡിങ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് എന്താ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും ആരും അതിന്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ചില്ല. ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ? കഴിഞ്ഞ JPH എക്സാമിന്റെ 10 ക്വസ്റ്റ്യൻ മാത്രമേ ആരും സെക്കൻഡ് പാർട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്. ഒരാൾ നിങ്ങളുടെ ബാച്ചിനകത്ത് ഒരാൾ ചോദിച്ചു. ഒരാൾ ചോദിച്ചു കേട്ടോ. നല്ല കാര്യം. വേണ്ടേ? വേണം. അപ്പൊ എന്താണ് അടുത്ത വാക്കാണ് ഓൺകോമൈക്കോസ് എന്ന് പറയുന്നത്? എന്താ ഓൺകോമൈക്കോസ് എന്ന് പറയുന്നത്? എന്താ? ഇത് നൈലിൽ വരുന്ന എന്ത് കണ്ടീഷനാ? ഓൺകോമൈക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആണോ? ആ കാലിൽ നഖം നോക്കിയാൽ നിങ്ങളുടെ കാലിൽ ഉണ്ടോ ഇൻഫെക്ഷൻ? ഇല്ലല്ലോ. ഇൻഫെക്ഷൻ ഓഫ് ദ നൈൽ എന്ത് കാരണമാ? ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ദ നൈൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ, ദ നൈൽ എന്ന് പറയുമ്പോൾ ദ നൈൽ ബെഡിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താ? ദ നൈൽ ബെഡ്സിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താ? ഇത് വിളിക്കാം ഓൺകോമൈക്കോസ് വിളിക്കാം. ദ നൈൽ ബെഡിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷൻ എന്താ? ഇവിടെ ഓർമ്മിക്കേണ്ട വാക്കെന്താ? ഫംഗൽ ഇൻഫെക്ഷൻ എന്ന വാക്ക് ഒരിക്കലും മറക്കരുത്. ദ നൈൽ ബെഡ്സിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷൻ എന്താ? ഓൺകൈമോസ് അല്ലേ? യെസ്. ഇത്രയും ക്ലിയർ അല്ല? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയി? കിട്ടിയോ? ചോദിക്കട്ടെ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ നെയിൽ ആൻഡ് ദ നെയിൽ ബെഡ് ഒരു 180 ഡിഗ്രിക്ക് മുകളിൽ എന്ത് വിളിക്കാം? ദ നെയിലും ആ നെയിൽ ബെഡും 180 ഡിഗ്രിക്ക് മുകളിൽ പോയാൽ എന്ത് വിളിക്കാം? ചോദ്യം ഇതാണ്. ദ നെയിലും ആ നെയിൽ ബെഡും 180 ഡിഗ്രിക്ക് മുകളിൽ എന്ത് വിളിക്കാം? ദ ക്ലബിംഗ് ഓഫ് നെയിലിലെ. രണ്ടാമത്തെ ചോദ്യം, ദ ക്ലബിംഗ് ഓഫ് നെയിൽ യൂഷ്വലി വരുന്ന ആർക്കാണ്? ലാക്ക് ഓഫ് ഓക്സിജൻ ഇല്ലാത്ത ആൾക്കാരല്ലേ? അല്ലേ? ഓക്സിജൻ ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയും. പ്രധാന കണ്ടീഷൻ എന്താ? COPD ആണോ? മറക്കരുത്. COPD എന്ന കാര്യം മറക്കരുത്. ആൻഡ് സ്പൂണിങ് ഓഫ് നെയിൽ വിളിക്കുന്ന പേരെന്താ? ഞാൻ വീണ്ടും ചോദിക്കും, ഒരിക്കലും പഠിപ്പിച്ചെങ്കിൽ എനിക്ക് റിപ്പീറ്റ് ചോദിക്കാം. സ്പൂണിങ് ഓഫ് നെയിൽ വിളിക്കുന്ന പേരെന്താ? ദ കൊയിലോനേഷ്യ വിളിക്കാം. അത് ഏത്
ടൈപ്സ് ഓഫ് അനീമിയയിലാണ് കൊയിലൂനേഷ്യ കാണുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ എപ്പോഴും കൊയിലൂനേഷ്യ കാണുന്നത് അല്ലേ. ഇനി നെയിൽസിലെ കാണപ്പെടുന്ന ചെറിയ ഡിപ്രഷൻ വിളിക്കുന്ന പേരെന്താ? നമ്മളിത് നെയിൽസിൽ കാണപ്പെടുന്ന ചെറിയ ഡിപ്രഷൻ വിളിക്കുന്ന പേരെന്താ? ബിയോസ് ലൈനിലെ നെയിൽസിൽ കാണപ്പെടുന്ന ചെറിയ ഡിപ്രഷനെ വിളിക്കുന്ന പേരെന്താ? ബിയോസ് ലൈൻ. കിട്ടിയോ? അടുത്ത വാക്ക് ഇൻഫെക്ഷൻ in the nails by causing fungal infection. Fungal infection in the nails വിളിക്കുന്ന എന്താ? ഓൺകോമൈക്കോസിസ്. ഇത്ര ടൈംസ് കിട്ടിയോ? ഇത്രയും ടൈംസ് കിട്ടിയോ? കിട്ടിയല്ലോ. കിട്ടിയോടെ എല്ലാവരും പറഞ്ഞു കിട്ടിയോ? കമന്റ് ഇങ്ങോട്ട് കിട്ടിയോ? കിട്ടി. അപ്പോൾ ഇത് നെയിൽ കഴിഞ്ഞാൽ വരുന്ന നെയിൽ കഴിഞ്ഞാൽ അടുത്തെന്ന് പഠിക്കണം. നെയിൽ കഴിഞ്ഞാൽ അടുത്ത് എന്താണ് പഠിക്കേണ്ടത്? നെയിൽ കഴിഞ്ഞാൽ അടുത്തെന്ന് പഠിക്കണം. നെയിൽ കഴിഞ്ഞാൽ അടുത്ത് എന്താണ് പഠിക്കാനുള്ളത്? ആർക്കും പറയാം. നെയിൽ കഴിഞ്ഞ് അടുത്ത് പഠിക്കണം എന്താ? എനിയോൺ ഹെഡല്ലേ സ്കിന്ന് കംപ്ലീറ്റ് ആയില്ലേ? സ്കിന്നിന്റെ ഹെയർ കണ്ടു, ഇപ്പൊ ഹെയർ കണ്ടു, അത് നെയിൽ കണ്ടു. അതുപോലെ തന്നെ എന്താ അടുത്ത് കാണുന്നതാ? സ്കിന്നിന്റെ ഹെയറും നെയിലെല്ലാം കണ്ടു. അടുത്ത് കാണാനുള്ളത് അടുത്തേതാ? ഹെഡല്ലേ? കറക്റ്റ് ആയിട്ട് ഇത് ജനറൽ ഓർഡറിലായിട്ട് ജനറൽ അസസ്മെന്റ് കറക്റ്റ് ഓർഡറിലാണ് പറയുന്നത്. അടുത്ത് കാണാൻ എന്താ? സ്കിൻ നോക്കി. അതിൽ നോക്കാൻ എന്താ? സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നോക്കാനുള്ള ഏതാ? ഹെഡ് അല്ലേ? നോർമലി ഇത് ജനറൽ അസസ്മെന്റിനകത്ത് സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നോക്കാനുള്ളതാ. കറക്റ്റ് ഓർഡറിൽ പഠിക്കുക. നിങ്ങൾ എപ്പോഴും ഹെഡാണ് ആദ്യം പഠിക്കും, ശരിയല്ലേ? പക്ഷെ സ്കിന്ന് കഴിഞ്ഞപ്പോൾ ഹെഡ് വരുന്നത്. സ്കിന്ന് കഴിഞ്ഞ ശേഷം എപ്പോഴും ജനറൽ അസസ്മെന്റിൽ നമ്മൾ എപ്പോഴും ഹെഡ് നോക്കാറുള്ളത്. ഹെഡ് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ എക്സാമിന് കഴിഞ്ഞ PSC ചോദ്യമാണ്. ഹെഡിന്റെ അസസ്മെന്റിനകത്ത് നമ്മൾ എന്തൊക്കെ നോക്കാറുണ്ട്? കഴിഞ്ഞ PSC എക്സാമിന്റെ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ചോദ്യമായിരുന്നു ഹെഡിന്റെ അസസ്മെന്റിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് അസസ് ചെയ്യുന്നത്? എന്തൊക്കെ ഉണ്ടായിരിക്കും? നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഹെഡിന്റെ അസസ്മെന്റിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്? താഴെ പറയുന്നവയിൽ എന്തൊക്കെയാണ് ഹെഡിനകത്ത് അസസ്? കേരള PCS പ്രീവിയസ് എക്സാം ചോദ്യമാണിത്. ഇതാണ് ചോദ്യം. എന്തൊക്കെ ഉണ്ടായിരിക്കും? ഹെഡിന്റെ അസസ്മെന്റിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് അസസ് ചെയ്യുന്നത്? സ്കൾ ഉണ്ടോ? ഞാൻ ചോദിച്ചു, സ്കൾ ഉണ്ടോ? സ്കൾ ഒന്ന് അടുത്തുണ്ട്. അതുപോലെ ഇതിന്റെ ഐസ് ഉണ്ടോ? ഹെഡിന്റെ അസസ്മെന്റിനകത്ത് ഐസ് ഉണ്ടോ? എസ് പറയടേ. ഉണ്ട്. ഐസ് ഉണ്ട്. സ്കൾ ഉണ്ട്. ഐസ് ഉണ്ട്. ഇയേഴ്സ് ഉണ്ടോ? സ്കള് പറഞ്ഞു, ഐസ് പറഞ്ഞു, ഇയേഴ്സ് പറഞ്ഞു. ഫേസ് ഉണ്ടോ? ഹെഡിൽ ഫേസ് പഠിക്കാനുണ്ടോ? ഫേസിന്റെ പഠിക്കാനുണ്ടോ? ഉണ്ട്. അത് നോസ് പഠിക്കാനുണ്ടോ? ഉണ്ട്. സൈനസ് പഠിക്കാനുണ്ടോ? ഉണ്ട്. മൗത്ത് പഠിക്കാനുണ്ടോ? ഉണ്ട്. ഫാരിങ്സ് പഠിക്കാനുണ്ടോ? ഉണ്ട്. സോ ഹെഡിന്റെ അസസ്മെന്റിനകത്ത് എന്തൊക്കെ അസസ് ചെയ്യണം? ഹെഡിന്റെ അസസ്മെന്റ് നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് അസസ്മെന്റ് സമയത്ത് ഹെഡിന്റെ അസസ്മെന്റ് സമയത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അസസ് ചെയ്യേണ്ടത്? സ്കൾ അസസ് ചെയ്യണം, ഐസ് അസസ് ചെയ്യണം, ഇയേഴ്സ് നോക്കണം, ഫേസ് നോക്കണം, നോസ് നോക്കണം, സൈനസ് നോക്കണം, മൗത്ത് നോക്കണം, ഫാരിങ്സ് നോക്കണം. നോക്കണ്ടേ? നോക്കണം ആലോചിക്കും അല്ലെ? ഫാരിങ്സ് ഒക്കെ ഹെഡിനകത്ത് വരും അല്ലെ? അസസ്മെന്റിനകത്ത് ഫാരിങ്സ് ഒക്കെ ഹെഡ് വരും. ഇവിടെ വരോ? യൂസ് ചെയ്യാറില്ലേ? പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഫിസിക്കൽ എക്സാമിന് സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ ഹെഡിൽ നോക്കുന്നത്
സ്കള്ളും ഐസും ഇയേഴ്സും ഫേസും നോസും സൈനസും അത് മൗത്തും ഫാരിങ്സ് എല്ലാം ഹെഡിന്റെ അണ്ടറിലല്ലേ പണ്ട് എഴുതിയത്. ഓർമ്മയുണ്ടോ എഴുതിയത്? ഓർമ്മയുണ്ടോ പണ്ട് എഴുതിയത്? ഇത് കെയർ പ്ലാൻ, ഇത് കെയർ സ്റ്റഡി ഓർമ്മയുണ്ടോ? പണ്ട് എഴുതിയ കെയർ പ്ലാൻ എഴുതി ഓർമ്മയുണ്ടെങ്കിൽ ഇത് കെയർ സ്റ്റഡിയൊക്കെ ഓർമ്മയുണ്ടോ? എവിടെ? ഇന്നലെ പഠിച്ചതേ ഓർമ്മയില്ല, പിന്നെയാണ് 10 വർഷം മുമ്പ് വരെ അല്ലേ? ഇന്നലെ ക്ലാസ്സിൽ പഠിച്ചതേ ഓർമ്മയില്ല സാറേ, പിന്നെ എങ്ങനെ ഞാൻ 10-12 വർഷം മുമ്പുള്ള കാര്യം ഓർമ്മിക്കും? എന്ത് മണ്ടത്തര പറഞ്ഞല്ലേ സാറിനെ അറിഞ്ഞൂടെ? ഞാൻ ഇന്നലെ പഠിച്ചതേ മറന്നുപോയി. ഇന്നലെ പഠിച്ചു. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഉണ്ടരുത് ആ കുറെ. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? സ്കിന്ന്. സ്കിന്ന് സ്കിന്ന് സ്കിന്നല്ലേ? അത് എവിടെ സ്കിന്നാ? ഫൗണ്ടേഷൻ സ്കിന്നല്ലേ? അത് എവിടെ സ്കിന്നാ? ഫൗണ്ടേഷൻ സ്കിന്നല്ലേ? അല്ലാതെ ഇന്റഗ്യുമെന്ററി സിസ്റ്റം അല്ലല്ലോ. ഇന്റഗ്യുമെന്ററി സിസ്റ്റം സെപ്പറേറ്റ് അല്ലല്ലോ. അല്ല, ഫൗണ്ടേഷനകത്ത് സ്കിന്നെ പഠിച്ചത്, മറക്കരുത്. സോ ഇത് ഹെഡിനകത്ത് സ്കൾ ഐസ് ഉണ്ട്, ഇയർ ഉണ്ട്, ഫേസ് ഉണ്ട്, നോസ്, സൈനസ്, മൗത്ത്, ഫാരിങ്സ് എല്ലാം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ ഉൾപ്പെടും എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഹെഡിനകത്തുള്ള സ്കളും ഫേസ് നോക്കാമോ? ചോദ്യം വരും ഇവിടെ, ചോദ്യമുണ്ട്. ഹെഡിനകത്തുള്ള സ്കളും ഫേസ് നോക്കാമോ? ഹെഡിനകത്തുള്ള സ്കളും ഫേസും നോക്കാമോ? ചോദ്യമുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് ശാന്തമായിട്ട് പറയണമെങ്കിൽ ചോദ്യം ഉണ്ടായിരിക്കും. നോർമൽ സ്കളാണെങ്കിൽ എന്ത് പേരാ വിളിക്കുന്നത്? ഹെഡിന്റെ സൈസ്, നോർമൽ ഹെഡ് സൈസ് ആണെങ്കിൽ നമ്മുടെ വാക്ക് പറയാറുണ്ട് എപ്പോഴും. ഇത് ഹെഡിനകത്ത് സ്കളും ഫേസും പഠിക്കുമ്പോൾ കേരള PC എക്സാമിന് ഫസ്റ്റിന് ചോദ്യം ഇതാണ്: എന്താണ് സ്കളും ഫേസും പഠിക്കുമ്പോൾ നോർമൽ ഹെഡ് സൈസിനെ വിളിക്കുന്ന പേരെന്താ? എന്താ നോർമൽ ഹെഡ് സൈസിനെ വിളിക്കുന്ന പേരെന്താ? ആർക്ക് പറയാം? നോർമൽ ആയ ഹെഡിന്റെ സൈസിനെ വിളിക്കുന്ന പേരെന്താ? നോർമോസെഫാലിക്. നോർമൽ ആയ ഹെഡിന്റെ സൈസിനെ വിളിക്കുന്ന പേരെന്താ? നോർമോസെഫാലിക്. സെഫാലിക് അവിടെ പഠിക്കൂടെ? OBG ആണ്, പീഡിയാട്രിക് ആണോ? സെഫാലിക് അവിടെ പഠിക്കും. സെഫാലിക് കണ്ടീഷൻസ്, മൈക്രോസെഫാലി, മാക്രോസെഫാലി, അനൻസെഫാലി അവിടെ പഠിക്കും. മൈക്രോസെഫാലി, മാക്രോസെഫാലി, അനൻസെഫാലി കണ്ടുണ്ടോ മക്കളൊക്കെ? അനനോ? അനന്യെ അറിയാം. അനൻസെഫാലി അറിഞ്ഞല്ലേ? അനന്യെ അറിയാം. അനൻസെഫാലി അറിഞ്ഞൂടാ. മൈക്രോസെഫാലി കേട്ടിട്ടേ ഇല്ല. മാക്രോ എവിടെ കേട്ടതുപോലെ ഓർമ്മയുണ്ട്? പീഡിയാട്രിക്സിനകത്തല്ലേ? പീഡിയാട്രിക്സിനകത്തല്ലേ? അതുപോലെ ഇത് ഓപ്ഷൻ ഇട്ടൂടെ? നോർമൽ ഹെഡ് സൈസിനെ വിളിക്കുന്ന പേര് നോർമോസെഫാലിക് ആണോ, മൈക്രോസെഫാലിക് ആണോ, മാക്രോസെഫാലിക് ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ഞാൻ പറഞ്ഞു ചോദ്യം വരും സ്ഥലമാണ്. നോർമൽ ഹെഡ് സൈസ് എന്ന് പറയുന്നത് നോർമോസെഫാലിക് ആണോ, മൈക്രോസെഫാലിക് ആണോ, മാക്രോസെഫാലിക് ആണോ എന്നൊക്കെ ചോദ്യം വരും. എന്താണ് നമ്മൾ എപ്പോഴും നോർമൽ ഹെഡ് സൈസിനെ വിളിക്കുന്ന പേരെന്താ? നോർമോസെഫാലിക്. ഒരിക്കലും മറക്കരുത്. നോർമൽ ഹെഡ് സൈസിനെ വിളിക്കുന്ന പേരെന്താ? നോർമോസെഫാലിക് എന്ന് വിളിക്കാം. ഇനി എപ്പോഴെങ്കിലും ഹെഡിന്റെ സൈസ് അബ്നോർമൽ ആകാറുണ്ടോ? ഹെഡിന്റെ സൈസ് അബ്നോർമൽ ആകാറുണ്ടോ? ഉണ്ടോ? ഹെഡിന്റെ സൈസ് അബ്നോർമൽ ആവാറുണ്ടോ? ഇവിടെ പീഡിയാട്രിക് കണ്ടീഷൻ ഉണ്ട്. അത് പേരെന്താ? പീഡിയാട്രിക്സിൽ ഹെഡിന്റെ സൈസ് അബ്നോർമൽ ആകുന്ന കണ്ടീഷൻ എന്താ? ഹൈഡ്രോസെഫാലസ് അല്ലേ? ഹൈഡ്രോസെഫാലസ് വരുമ്പോൾ എപ്പോഴും ഹെഡിന്റെ സൈസ്, സ്കൾ സൈസ് ഇൻക്രീസ് ആവുന്നത്. സ്കൾ സൈസ് അവിടെ ഇൻക്രീസ് മാത്രമാണോ? ഒരു പ്രൊട്രൂഷൻ ഉണ്ടാവാറുണ്ടോ? സ്കൾ സൈസ് ഇൻക്രീസ് മാത്രമാണോ? അല്ല, ഒരു പ്രൊട്രൂഷൻ കൂടെ ഉണ്ടോ? സ്കൾ സൈസ് ഇൻക്രീസ് മാത്രമാണോ? ഒരു പ്രൊട്രൂഷൻ കൂടെ ഉണ്ടോ? ആ ഒരു കണ്ടീഷൻ വിളിക്കുന്ന പേരെന്താ? ഹൈഡ്രോസെഫാലസ് അല്ലേ? അപ്പോൾ നോർമൽ ഹെഡ് സൈസിനെ വിളിക്കുന്ന പേരെന്താ? നോർമോസെഫാലിക് വിളിക്കാം. നോർമൽ ഹെഡ് സൈസ് ആണെങ്കിൽ നോർമോസെഫാലിക് എന്ന് വിളിക്കാം. സ്കൾ സൈസ് കൂടുന്നു, സ്കൾ സൈസ് കൂടുന്നതോടെ തന്നെ ഒരു പ്രൊട്രൂഷൻ കൂടെ സ്കൾ വന്നാൽ ഹൈഡ്രോസെഫാലസ് വിളിക്കും. ശരിയല്ലേ? 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 സ്കളും ഫേസും പറയുന്നത് സ്കളാ പറയുന്നത്. അപ്പൊ നോർമോസെഫാലിക് എന്താ? നോർമൽ ഹെഡ് സൈസിനെ
നോർമോസെഫാലിക് എന്ന് വിളിക്കാം. സ്കൾ സൈസ് കൂടുകയും ഒരു പ്രൊട്രൂഷൻ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോസെഫാലസ് വിളിക്കാം. സത്യം പറയും, ഇതെല്ലാം പലയിടത്ത് പഠിക്കാറില്ലേ? നിങ്ങളിതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പല ഇടങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യം എഴുതല്ല. ഹൈഡ്രോസെഫാലസ് ആയാലും നോർമോസെഫാലിക് ആയാലും സെഫാലിക് പ്രസന്റേഷൻ അറിയാമല്ലോ. സെഫാലിക് പ്രസന്റേഷൻ അറിയാമെങ്കിലും കേട്ടോണ്ടെങ്കിൽ ഒബിജി അല്ലേ? ഒബിജി അല്ലേ സെഫാലിക്? സെഫാലിക് ഒബിജി അല്ലേ? ആ ഹൈഡ്രോസെഫാലസ് പീഡിയാട്രിക് അല്ലേ? ഹൈഡ്രോസെഫാലസ് പീഡിയാട്രിക് അല്ലേ? ആ രണ്ട് വാക്ക് എവിടെ പഠിച്ചിപ്പോ? ഫൗണ്ടേഷൻ അല്ലേ? ആ രണ്ട് വാക്ക് ഇപ്പൊ എവിടെ പഠിച്ചു? ഫൗണ്ടേഷനകത്തല്ലേ? എന്ത് ബന്ധമില്ല പറയല്ലേ? എന്ത് ബന്ധമില്ല പറയല്ലേ? എന്തൊക്കെയോ പറയുന്നു. ചോദ്യം വരുമ്പോ ഓടും. അപ്പൊ എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ എന്താ? സ്കള്ളിലും ഫേസിലും ആദ്യം നോർമോസെഫാലിക് പറഞ്ഞു, ഹൈഡ്രോസെഫാലസ് പറഞ്ഞു. സ്കള്ളിലും ഫേസിലും വെറുതെ ഉണ്ടോ? സ്കള്ളിലും ഫേസിലും നമ്മൾ പലയിടത്തായിട്ട് പഠിക്കുന്ന കണ്ടീഷൻ വെറുതെ ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. വേറെ ഏതെങ്കിലും സിസ്റ്റത്തിനകത്ത് സ്കള്ളും ഫേസുമായി ബന്ധപ്പെട്ട് വരുന്ന വേറെ കണ്ടീഷൻ ഉണ്ടോ? ഒബിജിയും പീഡിയാട്രിക്കും പറഞ്ഞു. വേറെ ഉണ്ടോടെ? ഒബിജിയും പീഡിയാട്രിക്കിനകത്ത് വരുന്ന സ്കള്ളിലും ഫേസിലെ കണ്ടീഷൻ പറഞ്ഞു. ഇനി സ്കള്ളിലും ഫേസിലും വേറെ വരുന്ന സിസ്റ്റം ഏതെങ്കിലും ഉണ്ടോ? എക്സോതാൽമോസിസ് വരുന്ന എവിടെയാണ്? എൻഡോക്രൈൻ സിസ്റ്റം അല്ലേ? എക്സോതാൽമോസ് എവിടെ വരും? എൻഡോക്രൈൻ സിസ്റ്റം അല്ലേ? അല്ലേ? എന്താ എക്സോതാൽമോസ്? എന്താ? സ്കള്ളിലും ഫേസിലും വരുന്ന അടുത്ത കാര്യമാണ് എക്സോതാൽമോസിസ്. എന്താ? ഐബാളിന്റെ പ്രൊട്രൂഷൻ ആണോ? ആണോ? എക്സോതാൽമോസ് എന്ന് പറഞ്ഞാൽ ഐബാളിന്റെ പ്രൊട്രൂഷൻ ആണോ? 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 ഐബാളിന്റെ പ്രൊട്രൂഷൻ ആണോ? ഒന്നാമത്തെ ചോദ്യം, എക്സോതാൽമോസിസ് എന്ന് പറഞ്ഞാൽ ഐബാളിന്റെ പ്രൊട്രൂഷൻ ആണോ? ആണ്. പക്ഷെ ഈ ഇടയിൽ കണ്ട ചോദ്യ പേപ്പറിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. ഐബാൾ മാത്രമല്ല, വരുന്നുണ്ട്. ഈ ഇടയിൽ കണ്ട ചോദ്യ പേപ്പറിനകത്ത് എക്സോതാൽമോസ് എന്ന് പറയുമ്പോൾ ഐബാളിന്റെ പ്രൊട്രൂഷൻ മാത്രമല്ല, അപ്പർ ഐലിഡ്സ് എലിവേഷൻ ഉണ്ടോ? ഐബാളിന്റെ പ്രൊട്രൂഷൻ മാത്രമല്ല, ഫീച്ചറായിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എലിവേഷൻ ഓഫ് അപ്പർ ഐലിഡ് ഉണ്ടോ? അതും ചോദ്യമാണ്. ഐബാളിന്റെ പ്രൊട്രൂഷൻ മാത്രമല്ല, അപ്പർ ഐലിഡിന്റെ എലിവേഷൻ കൂടെ ഉണ്ട്. അപ്പർ ഐലിഡിന്റെ എലിവേഷൻ കൂടെ ഉണ്ട് എന്ന് വിളിക്കാം എക്സോതാൽമോസ് വിളിക്കാം. കഴിഞ്ഞ കുറെ വർഷമായിട്ട് എക്സോതാൽമോസ് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൊട്രൂഷൻ ഓഫ് ഐബാൾ എന്ന് പഠിക്കുന്ന നിങ്ങൾക്ക് മുന്നോട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. അപ്പർ ഐലിഡ്സിന്റെ എലിവേഷൻ കൂടെ ഉണ്ടെങ്കിൽ എക്സോതാൽമോസ് വിളിക്കാം. ഐബാളിന്റെ പ്രൊട്രൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ അപ്പർ ഐലിഡ്സിന്റെ പ്രൊട്രൂഷൻ കൂടെ ഉണ്ടെങ്കിൽ ചേർത്താണ് നമ്മൾ എപ്പോഴും എക്സോതാൽമോസിസ് എന്ന് വിളിക്കുന്നത്. വീണ്ടും ചോദ്യമുണ്ട്, എക്സോതാൽമോസിസ് കാണുന്ന കണ്ടീഷൻ ഏതാ? ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ? ഹൈപ്പോ ഓർ ഹൈപ്പർ? എപ്പോഴും തെറ്റിപ്പോകും. ഹൈപ്പോ തൈറോയിഡിസം ആണോ ഹൈപ്പർ തൈറോയിഡിസം ആണോ? ആ കുറെ മറക്കരുത്, മറക്കരുത്. എന്ത് പറയാ ഇവിടുത്തെ? എത്ര പഠിച്ചാൽ മറക്കരുത്? ശരിയല്ലേ? എത്ര പഠിച്ചാൽ മറക്കരുത്? അല്ല, മറക്കരുത് കേട്ടോ. എക്സോതാൽമോസിൽ എപ്പോഴും ഐബാളിന്റെ പ്രൊട്രൂഷൻ വരുന്നത് പോലെ തന്നെ അപ്പർ ഐലിഡ്സിന്റെ എലിവേഷൻ വരുന്ന ചേർത്ത് നമ്മൾ എക്സോതാൽമോസിസ് പറയും. ചോദ്യം ഇതാണ്, എക്സോതാൽമോസിസ് എന്ന കണ്ടീഷൻ കാണുന്നത് താഴെ പറയുന്ന ഏതാ? കേരള PC എക്സാമിന്റെ പ്രീവിയസ് എക്സാം ചോദ്യമാണ്, ഹൈപ്പർ തൈറോയിഡിസിലാണോ ഹൈപ്പോ തൈറോയിഡിസിലാത്താണോ? ഏതിലാടെ? ഏത് കണ്ടീഷനകത്താണ്? ഒരു PSC എക്സാമിൽ ചോദ്യം ഉണ്ടായിരുന്നു, പ്രീവിയസ് ചോദ്യ പേപ്പർ കാണാൻ പറ്റും. ഏത് കണ്ടീഷനകത്താണ് എക്സോതാൽമോസിസ് കാണുന്നത്? ഹൈപ്പർ തൈറോയിഡിസം അല്ലേ? ഹൈപ്പർ തൈറോയിഡിസം അല്ലേ? ഹൈപ്പർ തൈറോയിഡിസിനകത്ത് എപ്പോഴും എക്സോതാൽമോസ് കാണുന്നു. ഞാൻ പഠിപ്പിക്കുന്ന പാറ്റേൺ മനസ്സിലാകും. ആർക്കെങ്കിലും ഇത്രയും മാസമായ ആൾക്കാർക്കും കഴിഞ്ഞ ദിവസങ്ങളായ ആൾക്കാർക്കും ഇന്ന് വന്നു ചേരുന്ന ആൾക്കാരൊക്കെ അവർ പാറ്റേൺ മനസ്സിലാകും. പലയിടത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നത്. ഇത് നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് പല സിസ്റ്റങ്ങളിനകത്ത് പഠിക്കുന്ന കാര്യമെല്ലാം ഒരുമിച്ച് പഠിക്കുന്നുണ്ടോ? പല സെപ്പറേറ്റ് ആയിട്ട് പലയിടത്തും ചിന്നി ചിതറി കിടക്കുന്ന അല്ലെ? ആ വാക്കല്ലേ? ആ ഒരു വാക്കല്ലേ? പലയിടത്തും ചിന്നി ചിതറി തെറിച്ച് മാറി
ദൂരെ എവിടെയോ, കണ്ണ് പോലും കാണാതെ പഠിക്കല്ലേ. ഒരു ബുക്ക് നോക്കിയാൽ പോലും കാണുന്നില്ല അല്ലേ? എവിടെ ഹെഡ് നോക്കിയാൽ ഹെഡും ഫേസ് നോക്കിയത് കാണാറില്ല അല്ലേ? ഇത്ര ദിവസമായിട്ട് ഹെഡും ഫേസ് പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. ഇത് നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഹെഡിനും ഫേസിനും അകത്താണ് ഇതെല്ലാം വരുന്ന, ഓർമ്മയുണ്ടാകില്ല. നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഹെഡും ഫേസ് പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിക്കണമെന്ന് അറിയായിരുന്നോ? ഇല്ല. പല പല സിസ്റ്റങ്ങളിനകത്ത് പഠിക്കണം എന്ന് മാത്രം ഓർമ്മയുണ്ടല്ലേ? പല പല സിസ്റ്റം അതാണ്. എക്സോ താൽമോസ് ആയാലും മൂൺ ഫേസ് ആയാലും ഈ പറഞ്ഞ മറ്റേ എന്താണ് ഐബാളിന്റെ പ്രൊട്രൂഷൻ ആയാലും സെപ്പറേറ്റ് പഠിക്കുന്ന കാര്യമാണ്. അതെല്ലാം ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കുന്നില്ലേ? ഒരുമിച്ച് പഠിച്ച കുറച്ച് എളുപ്പമുണ്ട് പഠിച്ച് മനസ്സിലാക്കാം. ചോദ്യം ഇതാണ്, എക്സോ താൽമോസിസ് എന്ന് പറയുന്നത് കാണുന്നത് ഹൈപ്പർ തൈറോയിഡ്സിലാണോ ഹൈപ്പോ തൈറോയിഡ്സിലാണോ? എക്സോ താൽമോസിസ് കാണുന്നത് ഹൈപ്പറിനകത്താണോ ഹൈപ്പോക്കകത്താണോ? ഹൈപ്പർ. തൈറോയിഡിന്റെ സെക്രീഷൻ കൂടി ഹൈപ്പർ സെക്രീഷൻ ഉണ്ടാവില്ലേ, ഹൈപ്പർ തൈറോയിഡ് ഉണ്ടാവില്ലേ? അപ്പോൾ എപ്പോഴും ഹൈപ്പർ തൈറോയിഡ്സ് എപ്പോഴും എക്സോ താൽമോസ് കാണും. ഐവാളിന്റെ പ്രൊട്രൂഷൻ അല്ലെ, അപ്പർ ഐലിഡ്സിലും പൊങ്ങി നിൽക്കും. നോക്കുക, വീട്ടിൽ പോയിട്ട്, ഇപ്പൊ വീട്ടിലല്ലേ നിങ്ങളുടെ സ്വന്തം ഈ പറഞ്ഞ എന്താ അമ്മായിയമ്മയുടെയോ അമ്മയുടെയോ കണ്ണ് നോക്കുക, മിക്കവാറും എന്താ ഹൈപ്പർ കാണാറില്ലേ? തൈറോയിഡ്സ് ഉള്ള ആൾക്കാരായിരിക്കും വീട്ടിൽ മിക്കവാറുള്ള ആൾക്കാർ. വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിന്റെ മുഖത്ത് നോക്കുക, ആ കണ്ണുകൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ടോ? അപ്പർ ഐലിഡ്സ് എലിവേറ്റ് ഇരിക്കുന്നു. നോക്കൂടെ ആയിരിക്കും പോയിട്ടിന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിന്റെ ഫേസിനകത്തും അമ്മയുടെ അച്ഛന്റെ പ്രത്യേകിച്ച് അമ്മായിയമ്മയുടെ കണ്ണ് നോക്കുക, ഐബാൾ പ്രൊട്രൂഷനായിട്ട് നോക്കുവാണെങ്കിലും നോക്കോ നോക്കോടെ ആണെങ്കിലും നോക്കൂല്ലേ? ഐബാളിന് പ്രൊട്രൂഷൻ നോക്കാറുണ്ടോ? നോക്കണം കേട്ടോ. അപ്പർ ഐസ് പ്രൊട്രൂഷൻ നോക്കണം. ഇതെല്ലാം സ്കളിന്റെ എക്സാമിനേഷനത്തിൽ പറഞ്ഞത്. നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഈ പറഞ്ഞവയെല്ലാം സ്കളിന്റെ എക്സാമിനേഷനകത്താണോ? ഈ പറഞ്ഞവയെല്ലാം സ്കളിന്റെ എക്സാമിനേഷനകത്താണോ? ഈ പറഞ്ഞവയെല്ലാം സ്കളിന്റെ എക്സാമിനേഷനകത്താണോ? ആണ് ആണ് ആണല്ലേ? ആണ്. അതുപോലെ തന്നെ സ്കളിന്റെ എക്സാമിനേഷനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്, ദ മൂൺ ഫേസ്. മൂൺ ഫേസ് എന്താ? മൂൺ ഫേസ് എന്താ? മൂൺ ഫേസ് എന്താ? മൂൺ ഫേസിനകത്ത് കണിച്ച ഏതാടെ? മൂൺ ഫേസ് ഒക്കെ കണിച്ച ഏതാ? അത് എന്റെ കുറയിലാണ്. കുഷി സിൻഡ്രോം അല്ലേ? കുഷി സിൻഡ്രോം അല്ലേ? റൗണ്ട് ഫേസ് ആണോ? മൂൺ ഫേസ് എന്ന് പറയുമ്പോൾ റൗണ്ട് ഫേസ് വിത്ത് ദ റെഡ് എൻഡഡ് നെക്ക് ആണോ? മൂൺ ഫേസ് എന്ന് പറയുമ്പോൾ റൗണ്ട് ഫേസിന്റെ കൂടെ തന്നെ ദ റെഡ് എൻഡഡ് നെക്ക് ഉണ്ടോ? റെഡ് എൻഡഡ് നെക്ക് ഉണ്ടോ? ഉണ്ടല്ലേ? പ്രധാനമായിട്ടും കുഷി സിൻഡ്രോമത്തിൽ എപ്പോഴും മൂൺ ഫേസുകൾ മറക്കരുത്. റൗണ്ട് ഫേസ് വിത്ത് റെഡ് എൻഡഡ് ചീക്സ് ആണ് കേട്ടോ. റെഡ് എൻഡഡ് ചീക്സ് ആണ് എപ്പോഴും മൂൺ ഫേസിൽ കാണും, മറക്കരുത്. മൂൺ ഫേസിൽ എപ്പോഴും റൗണ്ട് എൻഡഡ് ഫേസ് വിത്ത് റെഡ് എൻഡഡ് ചീക്സ് ആണ് പ്രധാനമായിട്ട് കാണുന്നത്. കുഷിംഗ് സിൻഡ്രോമിനകത്താണ്. എന്താ കുഷിംഗ് സിൻഡ്രോം? എന്താ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഏത് ഹോർമോണാണ് കൂടുന്നത്? ഏതാ? അഡ്രിനൽ കോർട്ടക്സിനകത്തുള്ള ഹോർമോണാണോ? അഡ്രിനൽ കോർട്ടക്സിനകത്തുള്ള ഹോർമോണാണോ? അഡ്രിനൽ കോർട്ടക്സിനകത്തുള്ള ഹോർമോൺ ഏതാ? അഡ്രിനൽ കോർട്ടക്സിനകത്തുള്ള ഹോർമോൺ ഏതാ? 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 അഡ്രിനൽ കോർട്ടക്സ് ഹോർമോൺസ് ആണോ? ആണോടെ? ഏതാ? ഏതാ? ആരും കേട്ടോ. കോർട്ടിസോൾ. കോർട്ടിസോൾ. കോർട്ടിസോൾ ഉണ്ടോ? കോർട്ടിസോൾ. കോർട്ടിസോൾ. അപ്പൊ സ്കളിന്റെ എക്സാമിനേഷനകത്ത് വന്ന് കുറെ കാര്യം പറഞ്ഞില്ലേ? സ്കളിന്റെ എക്സാമിനേഷനകത്ത് വന്ന് കുറെ കാര്യം പറഞ്ഞില്ലേ? സ്കളിന്റെ എക്സാമിനേഷനകത്ത് ഒരു കുറെ കാര്യം മനസ്സിലാവും. സ്കളിന്റെ എക്സാമിനേഷനകത്ത് ഒരു കുറെ കാര്യം മനസ്സിലാവും. ഈ സ്കളിനകത്ത് നിങ്ങൾ ആരെങ്കിലും എന്താണ് കുറെ ദിവസത്തോളം പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാർവേഷൻ എടുക്കുന്നു, നിങ്ങൾ ആരെങ്കിലും കുറെ ദിവസം പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാർവേഷൻ എടുക്കുന്നു, സിവിയർ ഡീഹൈഡ്രേഷൻ കാരണം സ്കളിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻ വരാൻ പറ്റും? കുറെ ദിവസം സ്റ്റാർവേഷൻ, പട്ടിണിയാണ്, പഠിക്കാൻ വേണ്ടി പട്ടിണി എടുക്കാറാണെങ്കിലും ഉറക്കം വരാൻ പാടില്ല, പട്ടിണിയാണ്, പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാർവേഷൻ ആണ്, സിവിയർ ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ സ്കളിനകത്ത് ഉണ്ടാകുന്ന വേറെ കണ്ടീഷൻ ഉണ്ടോ? സങ്കനൈസ്. സങ്കനൈസ് മറക്കരുത്. സ്കളിനകത്ത് പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാർവേഷനോ
സിവിയർ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ സങ്കൺ ഐസ് വരാം. ഐസ് എന്ത് ചെയ്യൂടെ? കണ്ണ് പൊഴിഞ്ഞ് താഴ്ന്നിരിക്കോ? കണ്ണ് പൊഴിഞ്ഞ് താഴ്ന്നിരിക്കോ? കണ്ണ് പൊഴിഞ്ഞിരിക്കോ? കണ്ണ് പൊഴിഞ്ഞ് താഴ്ന്നിരിക്കോ? സങ്കൺ ഐസ് എന്ന് പറയുമ്പോൾ പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാർവേഷൻ, സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ കണ്ണ് പൊഴിഞ്ഞ് താഴ്ന്നിരിക്കോ? സങ്കൺ ഐസ് ഉണ്ടാവും. സങ്കൺ ഐസ് വേറെ പഠിച്ചിട്ടുണ്ട്. സങ്കൺ ഐസ് വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ട്. എവിടെ? എവിടെ? ഹൈഡ്രോസെഫാലസ്. ഹൈഡ്രോസെഫാലസ് പീഡിയാട്രിക്സ് പഠിക്കും. പീഡിയാട്രിക്സിനകത്ത് സങ്കൺ ഐസ് ഹൈഡ്രോസെഫാലസിൽ പഠിക്കുമോ? ടേംസ് ഫെമിലിയർ ആവുക. പീഡിയാട്രിക്സിനകത്ത് സങ്കൺ ഐസ് ഹൈഡ്രോസെഫാലസ് എന്ന കണ്ടീഷനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫൗണ്ടേഷനകത്ത് പ്രൊലോങ്ഡ് സ്റ്റാർവേഷനോ സിവിയർ ഡീഹൈഡ്രേഷനോ ആണെങ്കിൽ പോലും വോയിസ് കേൾക്കാമല്ലോ. നെറ്റിയും കവിളും ചുളുങ്ങിയിരിക്കുന്നതാണോ? ഇത് നെറ്റിയും കവിളും ചുളുങ്ങിയിരിക്കുന്നതാണോ? ദ ചീക്സ് ആൻഡ് ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ പ്രൊലോങ്ഡ് സ്റ്റാർവേഷൻ കാരണമോ സിവിയർ ഡീഹൈഡ്രേഷൻ കാരണമോ നെറ്റിയും കവിളും ചുളുങ്ങിയിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണോ? ആണല്ലോ. അറിയില്ല അല്ലേ? പഠിക്കുക. ദ ചീക്സ് ആൻഡ് ടെമ്പിൾസും സങ്കണം, ദ ഡീഹൈഡ്രേഷൻ, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷനോ സ്റ്റാർവേഷനോ സമയത്ത് സങ്കൺ ഐസ് ഉണ്ടാവാം. ദ ചീക്സും എന്താണ് ദ ടെമ്പിൾസും ചുരുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. മറക്കരുത്. അല്ലേ? അങ്ങോട്ട് പോലെ പറഞ്ഞില്ല എപ്പോഴും. നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ടിനോട് നിന്റെ ഇത് ചീക്സ് അങ്ങ് ഒട്ടിപ്പോറുണ്ടോ? ചീക്സ് ഒട്ടിപ്പോയല്ലോ, നിന്റെ കണ്ണ് കൊഴിഞ്ഞു പോയല്ലോ, നീ രാത്രി മൊത്തം പഠിക്കുകയാണ് അല്ലേ? രാത്രി മൊത്തം ഉറക്കം വേണ്ടി പഠിക്കുകയാണോ? ഉണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡും ഫാമിലിയും ചോദിച്ചിട്ട് പിന്നെയാണല്ലോ വിളിക്കുന്നല്ലേ? ശരിയല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് പോലും ചോദിച്ചില്ല. നീ എപ്പോഴും ഉറക്കമാണെന്നോ ചോദിക്കുന്നേ? ഫുൾ ടൈം ഉറക്കമാണോ? പഠിക്കുന്ന ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ പഠിക്കുന്ന ആരെങ്കിലും നോക്കാറുണ്ടോ? നിങ്ങൾ പഠിക്കുന്ന കാര്യം ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? ഉണ്ടോ? എസ് പറയുക. നിങ്ങൾ പഠിക്കുന്ന കാര്യം ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? ആരാ? ഇല്ല. ഞാൻ മാത്രം നോക്കാറുണ്ടല്ലേ? ഞാൻ നോക്കാറുണ്ടല്ലോ. ഞാൻ നോക്കാറില്ലേ? അപ്പൊ പഠിക്കും. 159 ദിവസം ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്തല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഗ്രൂപ്പിനകത്ത് ഇനി 159 ദിവസം. ശരിയല്ലേ? ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എന്റെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മെസ്സേജ് ചെയ്യാറുണ്ടല്ലേ? ടുഡേ ക്ലാസ് ടൈം ഇത്ര സമയം. സോ ദ ഹെഡ് ക്ലിയർ ആയി. ഇവിടെ സോ ദ ഹെഡ് ക്ലിയർ ആയി. ഹെഡ് ക്ലിയർ ആയി. ഹെഡ് ക്ലിയർ ആയി. ക്ലിയർ ആയി. ഹെഡിനകത്തായി വരൂടെ? ഹെഡിനകത്തായി വരൂടെ? ചോദിക്കട്ടെ. ഹെഡിനകത്ത് ക്ലിയർ ആയെങ്കിൽ ഹെഡിനകത്ത് ആയില്ലേ? ഹെഡ് ക്ലിയർ ആയില്ല. ഹെഡിൽ ഐ കൂടെ ഉണ്ട്. ഐ ഉണ്ട്. മറക്കരുത്. ഞാൻ പലതും പറയും. ചോദിക്കട്ടെ. സൈക്യാട്രിക്കകത്തൊരു കണ്ടീഷൻ പഠിക്കും. ഇപ്പൊ ഒന്ന് പറയുന്നു, വീണ്ടും മറ്റൊന്ന് പറയും. ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന കണ്ടീഷൻ ഏതാ? സൈക്യാട്രി പറയും. ഒന്ന് പറയും, അടുത്ത് വേറൊന്ന് പറയും. പരസ്പര ബന്ധം എന്ന് പറയൂടെ? അത് പറയും കണ്ടീഷൻ സൈക്യാട്രിക്കകത്ത്. അറിയില്ലല്ലോ. ആർക്ക് സൈക്യാട്രി റെക്കോർഡിംഗ് വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സൈക്യാട്രി റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? റെക്കോർഡിംഗ് നോട്ട് എൻ്റെ ഉണ്ട്. കഴിഞ്ഞ DHSലെ റെക്കോർഡിംഗ് നോട്ട്, സൈക്യാട്രി ഫുൾ റെക്കോർഡിങ്ങും ഫുൾ സ്റ്റഡി നോട്ടും തയ്യാറായിരിക്കുകയാണ്. എക്സാമിന്റെ അവസാനം പഠിക്കാതെ നേരത്തെ പഠിക്കണം എന്നാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നാളെ മെസ്സേജ് കേട്ടോ. നാളെ, ഇന്നല്ല, നാളെ മെസ്സേജ് ചെയ്യുക. സൈക്യാട്രി കഴിഞ്ഞ DHSന്റെ കംപ്ലീറ്റ് റെക്കോർഡിങ്സും നോട്ട്സും നാളെ ക്ലാസ്സിലോ, നാളെ അയച്ചുതരാം. അതിനകത്ത് ഞാൻ മറ്റേ ഇതുപോലെയാണ്. എന്തെന്നറിയാമോ? സിനിമയില്ലേ, ഇത് രാവുദ്രനും ഏതാണ്ട് മറ്റേ
മറ്റേ മോഹൻലാൽ സിനിമ ഏതാ? ഏത് സിനിമയുടെ? ഏത് സിനിമ? സൈക്കാട്രി ഉള്ള ഏത് സിനിമ? ഏത് സിനിമ? ഏത് പഴയ സിനിമ ഉണ്ട് സൈക്കാട്രി ബന്ധപ്പെട്ട്? ഇപ്പൊ മോഹൻലാൽ സുരേഷ് ഗോപിക്കുള്ളൂ. ഏത് സിനിമ? മോഹൻലാൽ സുരേഷ് ഗോപി താളവട്ടമൊന്നുമല്ല. ഇന്ന് മണിച്ചിത്രല്ലേ? മണിച്ചിത്രത്താഴ്. അത് പഠിച്ചു കഴിയുമ്പോൾ എന്തറിയുമോ? സൈക്യാട്രി പഠിച്ചു കഴിയുമ്പോൾ വീടിനകത്ത് അങ്ങ് ഓടും നിങ്ങൾ. അത് പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന രാത്രി ഇന്ന് ഓടും. രാത്രി എന്താണ് വന്ന് യൂണിഫോം മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ഓടും അങ്ങോട്ട്. എന്തറിയാമോ? വന്ന് യൂണിഫോം മാറ്റുന്നു, അടുത്ത ഡ്രസ്സ് ഇടുന്നു, സൈക്യാട്രി പഠിക്കുന്നു, പിന്നെ നോക്കണ്ട, ഹസ്ബൻഡ് അതുവഴി ഓടും, നിങ്ങൾ ഓടും. അങ്ങനെ സൈക്യാട്രി വളരെ ഇൻട്രസ്റ്റ് ടോപ്പിക് കേട്ടോ. സൈക്യാട്രി വളരെ എന്താണ്, വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അതിലുള്ള ഒരു 10 മാർക്ക് കിട്ടും. 10 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. 10 മാർക്ക് ചോദ്യം വരും. സൈക്യാട്രി എപ്പോഴും 10 മാർക്ക് ചോദ്യം വരുന്നത്. ആ 10 മാർക്ക് അവിടെ നിന്ന് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ റെക്കോർഡിങ്സ് നോട്ട് വെച്ചിട്ട് പഠിക്കട്ടോ. സോ ഹെഡിൽ ഇനി കാണാനുള്ളതാ ഐസ് പഠിക്കുന്നുണ്ട്. ഹെഡിനകത്ത് ഇനി ഐസ് പഠിക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഐസിനെ എക്സാമിൻ ചെയ്യുന്നത് ഏത് വഴിയാടെ? നോർമലി നമ്മൾ ഐസിനെ എക്സാം ചെയ്യുന്നത് എങ്ങനെയാ? എന്തിനു വേണ്ടിയാ? 3 കാര്യങ്ങൾക്കാണ് എപ്പോഴും ഐസിനെ അസസ് ചെയ്തത്. നമ്മളെപ്പോഴും 3 കാര്യങ്ങൾക്കാണ് എപ്പോഴും നമ്മൾ ഐസ് അസസ്മെന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ? എപ്പോഴും 3 കാര്യങ്ങളാണ് ഐസിൽ എക്സാം ചെയ്യുന്നത്. ഐസിനകത്ത് 3 കാര്യം നോക്കും. ഐസിനകത്ത് 3 കാര്യം നോക്കാം. എന്തൊക്കെയാണ്? അസസ്മെന്റ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അസസ്മെന്റ് ആണോ ഇന്ത്യൻ അസസ്മെന്റ് ആണോ? ഐയുടെ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഐക്ക് അകത്തെ അസസ് ചെയ്യും, ഇല്ലല്ലോ, ഇന്ത്യ അല്ലല്ലോ. ഐയുടെ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് കണ്ണ് തുറന്നു വെച്ച് ആ വിരലിട്ട് നോക്കി കുത്തി നോക്കോടെ. പേഷ്യന്റ് 2 കണ്ണും തുറന്നു വെക്കാൻ പറയും. അതിന്റെ അകത്ത് കയറി നോക്കൂ, ഇല്ലല്ലോ. എക്സ്റ്റേണൽ അല്ലേ? എക്സ്റ്റേണൽ അസസ്മെന്റ് മാത്രമേ ഉള്ളൂ. അകത്ത് ഇന്ത്യയിൽ കയറി നോക്കാറില്ല. ഉള്ള കണ്ണും കൂടെ നോക്കാൻ പറയും പേഷ്യന്റ്. അസസ്മെന്റ് ഐ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അസസ്മെന്റ് മാത്രമേ ഉള്ളൂ. നോക്കാറില്ലേ? இந்த ഐ ലിഡ്സ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്? ശരിയല്ലേ? ഐ ലിഡ്സ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സുന്ദരമായ നോക്കാറില്ലേ? സുന്ദരമായ ഐ ലിഡ്സ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കൺജങ്ക്റ്റീവിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വിഷ്വൽ ആക്ടിവിറ്റിയിൽ പ്രോബ്ലം നോക്കാറില്ലേ? ഇത് എക്സ്റ്റേണൽ സ്ട്രക്ചറായ വിഷ്വൽ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും അല്ലേ നോക്കാറുണ്ടോ? ഓക്കുലർ മൂവ്മെന്റ്സ് പ്രശ്നമുണ്ടോ? വിഷ്വൽ ഫീൽഡ്സ് പ്രശ്നമുണ്ടോ? നോക്കാറില്ലേ? എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് നോക്കാറുണ്ടോ? വിഷ്വൽ ഫീൽഡ് നോക്കാറുണ്ടോ? அந்த മൂവ്മെന്റ്സ് നോക്കാറുണ്ടോ? ഐയുടെ മൂവ്മെന്റ്സ് നോക്കാറുണ്ടോ? എപ്പോഴും ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഐയുടെ മൂവ്മെന്റ്സ് ഏതെങ്കിലും പേഷ്യന്റ് ഐയുടെ മൂവ്മെന്റ് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് പേഷ്യന്റ് നോക്കാറുണ്ടോ? കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റ് എടുത്ത് പോയിട്ട് അസസ്മെന്റ് സമയത്ത് ഐയുടെ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറയുന്നോടെ. നോക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ 4 കാര്യങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ട ഐസിൽ ഏതൊക്കെയാ? എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് നോക്കാറുണ്ട്, വിഷ്വൽ അക്യൂട്ടി നോക്കാറുണ്ട്, ഓക്കുലർ മൂവ്മെന്റ്സ് നോക്കാറുണ്ട്, വിഷ്വൽ ഫീൽഡ്സ് നോക്കാറുണ്ട്. ഇതിനകത്തൊരു വാക്കുണ്ടോ? വിഷ്വൽ അക്യൂട്ടി എന്ന് പറയാം. എന്താ? സ്ട്രക്ചർ നോക്കുമെന്ന് പറഞ്ഞു, വിഷ്വൽ ആക്ടിവിറ്റി നോക്കുമെന്ന് പറഞ്ഞു, ഓക്കുലർ മൂവ്മെന്റ്സ് നോക്കുമെന്ന് പറഞ്ഞു, വിഷ്വൽ ഫീൽഡ് നോക്കുമെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് ചോദ്യങ്ങളുടെ നിറയെ വരുന്നത്. പ്രീവിയസ് ചോദ്യം വിഷ്വൽ ആക്ടിവിറ്റി എന്ന് പറയാൻ എന്താ? വിഷ്വൽ ആക്ടിവിറ്റി അല്ല, ആക്ടിവിറ്റി എന്ന് പറയാൻ എന്താണ്? പ്രീവിയസ് കേരള PSC എക്സാം ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ഐസിന്റെ അസസ്മെന്റ് 4 കാര്യമുണ്ട്. എക്സ്റ്റേണൽ സ്ട്രക്ചർ നോക്കും, വിഷ്വൽ ആക്ടിവിറ്റി നോക്കും, ഓക്കുലർ മൂവ്മെന്റ്സ് നോക്കും, വിഷ്വൽ ഫീൽഡ് നോക്കും. 4 കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഐയുടെ അസസ്മെന്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്താണ്? വിഷ്വൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രീവിയസ് എക്സാം ചോദ്യമാണ്. ഒരു ചോദ്യം ചോദിക്കും. എന്തായിരിക്കും ഇത്? ആ ടേബിൾ വാക്കർത്ഥം എന്താ അറിയില്ല, സാറ് തന്നെ പറഞ്ഞു. ശരിയല്ലേ? 4 കാര്യം എപ്പോഴും ഐസിന്റെ അസസ്മെന്റ് വരുന്നു. കണ്ണുമായി വരുന്ന അസസ്മെന്റ് 4 കാര്യമാണ്. 4 കാര്യം ഏതൊക്കെയാ? വിഷ്വൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്ന കാര്യമാണ്. വിഷ്വൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ പറയണോ? ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ പറയണോ?
രണ്ടിൽ ഏത് പറയാൻ മനസ്സിലാവും? ഇംഗ്ലീഷ് പറയും കേട്ടോ. ദ ഡിഗ്രി ഓഫ് ദ ഡീറ്റെയിൽസ് ദ ഐ ക്യാൻ ദ ഡിസേൺ ആൻഡ് ഇമേജ്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ് ദ ഐ ക്യാൻ ദ ഡിസേൺ ആൻഡ് ഇമേജ് എന്ന് പറയുന്നതായിരിക്കും. മനസ്സിലായില്ല, ശരിയല്ലേ? ദ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ് ദ ഐ ക്യാൻ ദ ഡിസേൺ ഇൻ ആൻ ഇമേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? അല്ലെ ഒരു ബെസ്റ്റ് എക്സസൈസ് കാണിക്കാം. ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? സ്ക്രീൻ നോക്കിയേ, കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇത് കണ്ടാൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിന് വിളിക്കുന്ന പേരെന്താ? ഇത് എന്താണെന്ന് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിന് വിളിക്കുന്ന പേരെന്താ? വിഷ്വൽ അക്യൂറ്റി. എന്താണ് ഇത്? എന്താ ഇത്? എന്താ ഇത്? എന്താ ഇത്? എന്താ എന്താണ് ഇത്? എന്താ ഇത്? എന്താ ഇത്? നെബുലൈസേഷൻ മാസ്ക്. ഇത് നെബുലൈസേഷൻ മാസ്ക് അല്ലേ? അപ്പൊ അത് കണ്ടു. അത് കണ്ടില്ലേ? കണ്ടില്ലേ? അത് കണ്ടപ്പോൾ അതിനെ അത് ഡീറ്റെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള നിങ്ങളുടെ കണ്ണിന് കഴിവെന്ന് വിളിക്കാം. ഞാനത് കാണിച്ചപ്പോൾ അത് കണ്ടു, കണ്ടപ്പോൾ അത് എന്താണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള നിങ്ങൾ കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരെന്താ? കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരെന്താ? അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരെന്താ? വിഷ്വൽ അക്യൂറ്റി. സിമ്പിൾ അല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കുറച്ചൊരു ഇമേജ് എടുക്കും. ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ഡീറ്റെയിൽസ്, ആ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കണ്ടാൽ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കണ്ണിനെ കഴിവ് വിളിക്കുന്നത് എന്താ? വിഷ്വൽ അക്യൂറ്റി. സിമ്പിളായി മനസ്സിലായി, സിമ്പിളായി മനസ്സിലായി. ആ ഒരു ടേമിന്റെ അർത്ഥം. ഞാൻ ഈ മാസ്ക് കൊണ്ടുവന്ന കാരണമേ അതല്ല, എനിക്ക് പിടിക്കാനുള്ള, കള്ളം പറയുന്നില്ല, എനിക്ക് നെബുലൈസ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടപ്പോ മനസ്സിലായി കാണാം അല്ലേ? ഒരു ഇമേജ് കരുതുക, അപ്പൊ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഞാൻ കണ്ണിന് കഴിവെന്ന് വിളിക്കാം. കണ്ണിന്റെ കഴിവെന്താ? വിഷ്വൽ അക്യൂറ്റി അല്ലേ? അല്ലേ? ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള കണ്ണിന്റെ കഴിവെന്താ? വിഷ്വൽ അക്യൂറ്റി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്ത ദിവസങ്ങൾ ഇത് ഈ പറഞ്ഞ ഇത് ഓക്സിജൻ സിലിണ്ടർ പഠിപ്പിക്കുമ്പോൾ ഞാൻ സിലിണ്ടർ കൊണ്ടുവരണോ? ഓക്സിജൻ സിലിണ്ടർ പഠിപ്പിക്കുമ്പോൾ സിലിണ്ടർ കൊണ്ടുവരണോ? ആണോ? അടുത്ത ആഴ്ച തേർഡ് സ്റ്റേജ് ലേബർ പഠിപ്പിക്കുമ്പോൾ ലേബർ കാണിക്കണോ? ഓട്ടിക്ക് വേണോടെ? ലേബറിന്റെ തേർഡ് സ്റ്റേജ് കാണിക്കുമ്പോ വേണോ? വേണ്ട അല്ലേ? ഓ, ഇതിലൊത് കേട്ടോ, ഇതിൽ എന്താ ഇതെന്ത് സംഭവം എന്താ അല്ലെ? ഒരു ഇത് കാണിച്ചപ്പോ എന്താണ്? ഇത് കണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കണ്ണ് കഴിവെന്താ? വിഷ്വൽ അക്യൂറ്റി. ശരി, വിഷ്വൽ അക്യൂറ്റി എന്ന് വിളിക്കുക. സിമ്പിളായി മനസ്സിലായോ? അടുത്ത ടേം എന്താ? വിഷ്വൽ ഫീൽഡ്. എന്താ? കണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ടേമാണ് വിഷ്വൽ ഫീൽഡ്. എന്താ വിഷ്വൽ ഫീൽഡ് എന്ന് പറയുന്നത്? ഫീൽഡോ? വിഷ്വൽ ഫീൽഡ്, കാഴ്ചയുടെ ഫീൽഡ്. എന്താ അടിയുടെ? കാണുന്ന ഏരിയ. ആരോ പറഞ്ഞു കാണുന്ന ഏരിയ. നമ്മൾ കണ്ണുകൊണ്ട് മുൻപിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏരിയാസ് വിളിക്കുന്ന പേരെന്താ? നിങ്ങളുടെ സുന്ദരമായ കണ്ണുകൊണ്ട് നല്ല ചിന്തയോടുകൂടി കേൾക്കുന്നുണ്ടോ? നല്ല ചിന്തയോടുകൂടി മുൻപിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏരിയ എന്ന് വിളിക്കാം. അത് വിട്ടേ കേട്ടോ. നിങ്ങൾ മുൻപിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏരിയ വിളിക്കുമ്പോൾ എന്താ? സ്വന്തം കണ്ണുകൊണ്ട് എന്താണ് ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്ന മൊത്തം ഏരിയ എന്ന് വിളിക്കാം. വിഷ്വൽ ഫീൽഡ് അല്ലേ? വിഷ്വൽ ഫീൽഡ് അല്ലേ? അയാൾ കണ്ടുകൊണ്ട് മുൻപ് ഏരിയ നോക്കുന്ന സമയത്ത് ആ മുന്നിൽ കാണുന്ന കംപ്ലീറ്റ് ഏരിയ എന്ന് വിളിക്കാം. വിഷ്വൽ ഫീൽഡ് അല്ലേ? വിളിച്ചൂടെ? ഇപ്പൊ എന്റെ മുൻപിൽ കാണുന്ന ഇമേജസിനെ എല്ലാം വിഷ്വൽ വിളിച്ചൂടെ? എന്റെ മുൻപിൽ കാണപ്പെടുന്ന എന്റെ ലാപ്ടോപ്പ് ആയാലും ക്യാമറ ആയാലും മൈക്ക് ആയാലും എന്താണ് നിങ്ങളുടെ പേരുകളായാലും കാണുന്നതെല്ലാം വിഷ്വൽ ഫീൽഡ് അല്ലേ?
വിഷ്വൽ ഫീൽഡ് അല്ലേ? അല്ലേ? എസ് പറയുക. യെസ്, വിഷ്വൽ ഫീൽഡ്. സ്ട്രൈറ്റ് ഫോർവേഡ് നോക്കുന്നതാണത്. കാഴ്ച മുൻപിലേക്ക് എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡ് നോക്കുന്നതാണോ? ആലോചിച്ച് സ്ട്രൈറ്റ് ഫോർവേഡ് നോക്കുമ്പോഴാണോ? കാഴ്ച മുൻപിലേക്ക് എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആണോ? യെസ് അല്ലേ? അല്ലേ? ശരിയല്ലേ? അല്ലേ? അപ്പോൾ ഐസിന്റെ അസസ്മെന്റിനകത്ത് വിഷ്വൽ അക്യൂറ്റി പഠിച്ചില്ലേ? വിഷ്വൽ ഫീൽഡും പഠിച്ചൂടെ? പഠിച്ചോ? അടുത്ത് വരുന്ന കാര്യം, നിങ്ങൾ എല്ലാവരും എപ്പോഴെങ്കിലും ഇത് കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും എപ്പോഴെങ്കിലും ഇത് കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഐയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം പോലെ സ്ഥലമാണ്. നിങ്ങൾ എത്ര നാൾ കൂടുമ്പോഴാണ് ഐ ടെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ എത്ര നാൾ കൂടുമ്പോഴാണ് ഐ ടെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് ടെസ്റ്റ് ചെയ്യുന്നത്? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? പറയട്ടെ, അറിയാം. 11 വർഷം, 11 ഇയർലിയാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. 40 വയസ്സിന് താഴെയാണെങ്കിൽ 40 വയസ്സ് താഴെയാണെങ്കിൽ നമ്മൾ എത്ര നാൾ കൂടുമ്പോൾ ഈ പറഞ്ഞ ഐ ടെസ്റ്റ് ചെയ്യണം? ആ ഒരു ചോദ്യമുണ്ട് കേട്ടോ. 40 വയസ്സ് താഴെയാണെങ്കിൽ എത്ര വർഷം കൂടുമ്പോൾ ഐ ടെസ്റ്റ് ചെയ്യണം? 40 വയസ്സ് താഴെയാണെങ്കിൽ എവറി 3 to 5 years അല്ലേ? ശരിയല്ലേ? അല്ലേ? ഒരു 3 മുതൽ 5 വർഷങ്ങളിൽ എപ്പോഴും ഐ ടെസ്റ്റ് ചെയ്യേണ്ടത്. 40 വയസ്സ് താഴെയാണെങ്കിൽ 40 വയസ്സ് താഴെ എല്ലാം 3 തൊട്ട് 5 വർഷം ഇടയിൽ ഐ ടെസ്റ്റ് ചെയ്യണം. 40 വയസ്സ് താഴെയാണെങ്കിൽ എപ്പോഴും 3 മുതൽ 5 വർഷത്തിനിടയിൽ ഐ ടെസ്റ്റ് ചെയ്യണം. അതേസമയം ഈ 3 മുതൽ 5 വരെ കുറച്ച് എത്രയും പെട്ടെന്ന് കണ്ടീഷൻ ഏതൊക്കെയാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഐ ഡിസീസ് ഉണ്ടെങ്കിൽ മുമ്പ് ചെയ്യണ്ടേ? ആർക്കെങ്കിലും ഇത് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഐ ഡിസീസ് ഒന്നും എല്ലാ വർഷം ചെയ്യണ്ടേ? എല്ലാ വർഷവും ചെയ്യണ്ടേ? ആർക്കെങ്കിലും ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ ഐ ഡിസീസ് ഉണ്ടെങ്കിൽ എല്ലാ വർഷം ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ചെയ്യണം. ഇത് 40 മുകളിലാണെങ്കിലോ? ഇത് എബോവ് 40 years എപ്പോൾ ചെയ്യണം? എബോവ് 40 years ആണെങ്കിൽ എപ്പോൾ ചെയ്യണം? എല്ലാ 2 വർഷം കൂടുന്നതോളും. ഇത് എബോവ് 40 years എല്ലാ 2 വർഷം കൂടുതലും ഐ ടെസ്റ്റ് ചെയ്തിരിക്കണം. അത് എല്ലാവർക്കും ബാധകമാണ്. എബോവ് 40 years എല്ലായിടത്തും എല്ലാ 2 വർഷം കൂടുമ്പോഴും ഐ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇത്രയും ക്ലിയർ ആയി? ഇതുവരെ പറഞ്ഞ ക്ലിയർ അല്ല? ചോദ്യങ്ങളുടെ മഴയാണ് ഇവരെ വന്നത്. കണ്ണാ പറയുന്നല്ലേ? ഐ അല്ലേ എടുക്ക? യെസ്, അസസ്മെന്റ് വിഷൻ. അടുത്ത കാര്യം കിട്ടും. അസസ്മെന്റ് വിഷൻ, വിഷനുമായി ബന്ധപ്പെട്ട് അസസ്മെന്റ് വിഷൻ കാണുന്നുണ്ടോ? മിക്കവാറും എക്സാമിന് ഈ പേര് കാണുന്നുണ്ടോ? മിക്കവാറും എക്സാമിന് ഈ ഒരു പേര് കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഈ ഒരു പേര് സ്നെല്ലൻ ചാർട്ട് അല്ലേ? സ്നെല്ലൻ ചാർട്ട് മിക്കവാറും ഏത് എക്സാം എടുത്താലും കണ്ണുമായി ബന്ധപ്പെട്ട് സ്നെല്ലൻ ചാർട്ട് ഉണ്ടാവും അല്ലേ? സോ അസസ്മെന്റ് ഓഫ് വിഷനകത്ത് നമുക്ക് കുറെ പഠിക്കാറുണ്ട്. അവിടെ ഏറ്റവും ഫസ്റ്റ് പഠിത്ത കാര്യം എന്താ? സ്നെല്ലൻ ചാർട്ട്. എന്തായിരിക്കും? വിഷൻ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാം? ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. വിഷൻ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം? ചാർട്ടിന് തുടക്കമാണ്. ഒരാളുടെ വിഷൻ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ഇവിടെ ചെയ്യാൻ പറ്റും? അതിൽ ഫസ്റ്റ് കാര്യമാണ് ഈ പറയുന്ന സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. പറഞ്ഞിട്ടില്ല എങ്കിലും വീണ്ടും പറയും. ഒരാളുടെ വിഷൻ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വരുന്ന കാര്യമാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. എല്ലാവരും വർക്ക് ചെയ്യുന്ന ആശുപത്രി ഉണ്ടോ? എല്ലാവരും വർക്ക് ചെയ്യുന്ന ആശുപത്രി ഉണ്ടോ? എല്ലാവരും വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ നിങ്ങളുടെ വാർഡിലോ ഉണ്ടോ? ഉണ്ടോ? ഞാൻ കുറച്ച് ടേംസ് അകത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് വിഷ്വൽ അക്യൂറ്റി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാൻ തൊട്ട് മുൻപേ ആയിട്ട് വിഷ്വൽ അക്യൂറ്റി എന്ന വാക്ക് പറഞ്ഞിറങ്ങി. ഓർമ്മയുണ്ടോ? അത് പറയാൻ കാരണം ഇതാണ്. സ്നെല്ലൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്നു. യൂസ് ചെക്ക് ചെയ്തതിന് വേണ്ടിയാ? നമ്മുടെ വിഷ്വൽ അക്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ? അത് പറയാതെ വിഷ്വൽ അക്യൂറ്റി എന്ന് പറയാൻ മനസ്സിലാവില്ല. അതുകൊണ്ട് ആദ്യം വിഷ്വൽ അക്യൂറ്റി എന്ന ടേംസ് പറഞ്ഞത്. വിഷ്വൽ അക്യൂറ്റി എന്ന് പറയാൻ എന്തായിരിക്കും ഇവിടെ? അർത്ഥം എന്താ? നേരത്തെ പറഞ്ഞു എന്ന വിഷ്വൽ അക്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ?
നേരത്തെ പറഞ്ഞു തന്ന വിഷ്വൽ അക്യൂറ്റി എന്താണ്? നോക്കട്ടെ എത്ര പേർക്ക് ഓർമ്മ നോക്കട്ടെ, ഓർമ്മ ശക്തി എത്ര നോക്കട്ടെ. വിഷ്വൽ ഫീൽഡ് പറഞ്ഞു, വിഷ്വൽ അക്യൂറ്റി പറഞ്ഞു, പല കാര്യം പറഞ്ഞു. എന്താണ്? ആർക്കും നോക്കട്ടെ. ആ, കാണുമ്പോൾ തിരിച്ചറിയാൻ ഉള്ള കഴിവല്ലേ? കാഴ്ച ശക്തി കാണും, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഞാൻ വായിക്കുകയാണ്, കമന്റ് വായിക്കുകയാണ്. കാഴ്ച ശക്തി കാണുമ്പോൾ തിരിച്ചറിയാനുള്ള കഴിവ്. വേറെ 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 ആർക്കും പറഞ്ഞോട്ടെ. റെക്കഗ്നൈസ് ദ തിങ്സ് വെൻ വി സീ, അല്ലേ? ശരിയല്ലേ? ഒരു കാര്യം, ഒരു സാധനം കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നതല്ലേ കുഞ്ഞെ? അല്ലേ? ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ കിട്ടുന്നതല്ലേ? നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ കണ്ടാൽ നാളെ തിരിച്ചറിയോ എനിക്ക് അറിഞ്ഞൂടാ. എക്സാം കഴിഞ്ഞ ശേഷം എന്നെ നാളെ കാണുമ്പോൾ തിരിച്ചറിയോ എന്ന് പോലും അറിയില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സർക്കാർ ഹോസ്പിറ്റലിൽ ഞാൻ വരുമ്പോൾ എന്നെ തിരിച്ചറിയുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ തിരിച്ചറിയാൻ എന്തായിരിക്കും? എന്നെ ദൂരെ നിന്ന് കണ്ടപ്പോ പോലും തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ സിലചാട്ടാണോ? അത് ഈ പറഞ്ഞ എന്ത് വിഷ്വൽ ആക്കിയിട്ടാണോ? എന്നെ ഇത് ഡിസ്റ്റൻസ് വിഷ്വൽ കണ്ടപ്പോ തന്നെ വന്നു, സമാധാനമില്ല, അല്ലേ? നമുക്ക് എന്താ കാണാൻ പറ്റും? ദ ഡിസ്റ്റൻസ് വിഷൻ വിളിക്കുന്ന പേരെന്താ? ദ ഡിസ്റ്റൻസ് വിഷനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? വിഷ്വൽ അക്യൂറ്റി, അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് വിഷൻ, ദൂരെയുള്ള വിഷൻ, ദൂരെ വിഷൻ, അടുത്ത വിഷൻ അല്ല. ദ ഡിസ്റ്റൻസ് വിഷൻ അസസ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്താ. ദ ഡിസ്റ്റൻസ്, വാക്ക് മറക്കരുത്. ദ നിയർ വിഷൻ അല്ല. എന്നെ ദൂരെ കണ്ടു, നിൽക്കുകയാണ്, എന്നെ പഠിപ്പിച്ച് പാസ്സാക്കി, തിരിഞ്ഞു നോക്കൂടെ? തിരിഞ്ഞു നോക്കൂടെ? ദൂരെ നിന്ന് കണ്ടു. ദ ഡിസ്റ്റൻസ് വിഷ്വലിൽ നിങ്ങളുടെ വിഷ്വൽ അക്യൂറ്റി ഉപയോഗിച്ച് എന്നെ തിരിച്ചറിയിക്കും. നോക്കോ, തിരിഞ്ഞു നോക്കോ? എവിടെ? ബാക്കി ഫീസ് കൊടുക്കാനുണ്ട്, തിരിഞ്ഞു നോക്കിയേ പോയി. ബാക്കി ഫീസ് കൊടുക്കാനുണ്ട്, തിരിഞ്ഞു നോക്കിയേ ചോദിക്കും. ഞാൻ ഇപ്പൊ തന്നെ പോയിക്കാം, ഫീസ് പെൻഡിങ് ആണ്, ഞാൻ കൊടുത്തില്ല, ഇപ്പൊ കണ്ട ചോദിക്കും, ഞാനിപ്പോ ഞാൻ പോവാം. ശരിയല്ല? അതല്ലേ സത്യതല്ലേ? സത്യതല്ലേ? ദൂരെ കണ്ടു, ദ ഡിസ്റ്റൻസ് വിഷനിൽ കണ്ടു, കണ്ടാ ചിലപ്പോ ചോദിച്ചാലോ, ഞാൻ പോയിക്കാം. ശരിയല്ലേ? സോ ദ വിഷ്വൽ അക്യൂറ്റി, അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് വിഷൻ ഏതാണ്? ആരോഗ്യ ടെസ്റ്റ് ഏതാ? ഏത് ടെസ്റ്റ് ആണ് വിഷ്വൽ അക്യൂട്ടിക്കും ദ ഡിസ്റ്റൻസ് വിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? സ്നെല്ലൻ ചാർട്ടാണ്. ഒരു സാധനം കണ്ടാൽ നമുക്ക് ദൂരെ നിന്നും മനസ്സിലാവുന്ന ടെസ്റ്റ് ചെയ്താ സ്നെല്ലൻ ചാർട്ട്, അല്ലേ? സ്നെല്ലൻ ചാർട്ട് ദൂരെയുള്ള വിഷൻ, അല്ലേ? ദൂരെയുള്ള ദ ഡിസ്റ്റൻസ് വിഷൻ കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ചെയ്താ. അതാണ് ചോദ്യം. ദ ഡിസ്റ്റൻസ് വിഷൻ കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ചെയ്താ സ്നെല്ലൻ ചാർട്ട്. വീണ്ടും ഓർമ്മിക്കുന്നു, രണ്ട് വാക്ക് ഓർമ്മിക്കുക. ഒന്നുകിൽ വിഷ്വൽ അക്യൂറ്റി, ഒന്നുകിൽ വിഷ്വൽ അക്യൂറ്റി, അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് വിഷൻ. ചോദ്യം ഇതായിരുന്നു, പ്രീവിയസ് ചോദ്യം. ദ ഡിസ്റ്റൻസ് വിഷൻ അസസ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാ? സ്നെല്ലൻ ചാർട്ട്. കാരണമുണ്ട്, ദ ഡിസ്റ്റൻസ് എന്ന വാക്ക് ഓർമ്മിക്കാൻ കാരണമുണ്ട്. അടുത്ത ടൈം പറയുമ്പോൾ ഓർമ്മ വരും. പക്ഷെ ഇവിടെ വീണ്ടും ചോദ്യമുണ്ട്. ആ ചാർട്ടില് നിങ്ങളുടെ ഈ പറഞ്ഞത് വാർഡിൽ തൂക്കിട്ടിട്ട് ചാർട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് ആ ചാർട്ട് തൂക്കിയിട്ട് കണ്ടോ? ഈ ചാർട്ട്, ഏത് ചാർട്ട് നോക്കിയിട്ട് ഈ ഒരു പിക്ചർ കണ്ടുണ്ടോ? ഈ ചാർട്ട്, ഈ ചാർട്ട്, ഈ ചാർട്ട്, ഈ ചാർട്ട് കണ്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് പ്ലേസ് ചെയ്യുന്നത് എത്ര ദൂരത്താണ്? അതാണ് അടുത്ത ചോദ്യം. കേരള PC എക്സാമിന് അടുത്ത ഒരു ചോദ്യം ഇതാണ്. ആ ഒരു ചാർട്ട് തൂക്കണമെങ്കിൽ എത്ര ദൂരം, എത്ര ദൂരെയാണ് തൂക്കേണ്ടത്? മീറ്ററും ഫീറ്റ് ആയാലും സെന്റിമീറ്റർ ആയാലും വളരെ ഇമ്പോർട്ടന്റ്. ചാർട്ട് തൂക്കുന്ന ദ ഡിസ്റ്റൻസ് എത്രയാണ്? കേരള PC എക്സാം പ്രീവിയസ് ചോദ്യം. ആദ്യം പറഞ്ഞു, പ്രധാനമായിട്ടും ഈ പറഞ്ഞ സ്നെല്ലൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ വിഷ്വൽ അക്യൂറ്റി അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് വിഷൻ അസസ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതുപോലെ വരുന്ന കാര്യമാണ് സ്നെല്ലൻ ചാർട്ട് തൂക്കുന്ന ദ ഡിസ്റ്റൻസ്. റെഡിങ് തൊട്ട് മാർക്ക് ചെയ്യാതെ ചോദ്യം വരും. 6 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റ്. കഴിഞ്ഞ എക്സാമിന് 6 മീറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 8 വർഷം മുമ്പുള്ള എക്സാമിന് 20 ഫീറ്റ് ആയിരുന്നു എക്സാം ഓപ്ഷൻ. പക്ഷെ ഇപ്പൊ ഫീറ്റ് ചോദിച്ചില്ലെങ്കിലും രണ്ടും പഠിച്ചു വെക്കുക. 6 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റ്. ആ ചാർട്ട് പ്ലേസ് ചെയ്യുന്ന ദ ഡിസ്റ്റൻസ് എത്രയാ? സ്നെല്ലൻ ചാർട്ട് പ്ലേസ് ചെയ്യുന്ന ദ ഡിസ്റ്റൻസ് എത്രയാ? ചോദിക്കും, എക്സാമിന് ചോദിക്കും. 6 മീറ്റർ.
6 ഫീറ്റ് എവിടെയാണ്? 6 ഫീറ്റ് ഇത് കോഡാണോ? 6 ഫീറ്റ് പണ്ട് ഇത് കോവിഡ് സമയത്ത് 6 ഫീറ്റ് കണ്ടോ? 4 ഫീറ്റ് 6 ഫീറ്റ് 6 ഫീറ്റ് ഡിസ്റ്റൻസിൽ നിൽക്കുക. ഇത് ബാങ്കിൽ പോകുമ്പോഴും അതാണോ? അതുണ്ടോ ആരെങ്കിലും? പണ്ട് 2 വർഷം മുമ്പ് കണ്ടോ ആരെങ്കിലും? 6 മീറ്റർ ആണോ അവിടെ? 6 മീറ്റർ ആണോ? 6 മീറ്റർ ആണോ? 6 ഫീറ്റ് ആണോ? இந்த കോവിഡ് സമയത്ത് 6 ഫീറ്റ് ആണോ 6 മീറ്റർ ആണോ? കോവിഡ് സമയത്ത് ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണോ 6 ഫീറ്റ് ആണോ? 6 ഫീറ്റ് 6 ഫീറ്റ്. കോവിഡ് സമയത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ഫീറ്റ് ആയിരുന്നു അല്ലെ? കോവിഡ് സമയത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ഫീറ്റ് ആയിരുന്നു. ഇവിടെ സ്നെല്ലൻ ചാർട്ട് നോക്കുന്ന ഡിസ്റ്റൻസ് എത്രയാ? 6 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റ് അല്ലേ? 6 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റ് അല്ലേ? 6 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റിന് എപ്പോഴും ഈ പറഞ്ഞ സ്നെല്ലൻ ചാർട്ട് നമ്മൾ ചാർട്ട് പ്ലേസ് ചെയ്യുന്നത്. ഈ ചോദ്യം വരും. വീണ്ടും ചോദ്യമുണ്ട്. ആ ചാർട്ടിൽ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ? എപ്പോഴെങ്കിലും ആ ചാർട്ട് നോക്കിയപ്പോൾ എന്തെങ്കിലും പ്രത്യേകമുണ്ടോ? എപ്പോഴെങ്കിലും സ്നെല്ലൻ ചാർട്ട് നോക്കിക്കൂടെ? എന്തെങ്കിലും പ്രത്യേകമുണ്ടോ? ഇത്ര ദിവസമായിട്ട് മനസ്സിലായിട്ടില്ലാത്ത കാര്യമാണ്. ഇത്രയും ദിവസവും വർഷങ്ങളുമായിട്ട് ജോലി ചെയ്യുന്നു. ആ ചാർട്ടിൽ എന്തെങ്കിലും പ്രത്യേകമുണ്ടോ? ആർക്ക് പറയാം? നോക്കട്ടെ. പറയട്ടെ, സ്റ്റാഫ് നഴ്സുമാർ പറയട്ടെ. ലൈറ്റ് ആൻഡ് ഡാർക്ക് ലെറ്റേഴ്സ്, ബിഗ് ആൻഡ് സ്മാൾ ലെറ്റേഴ്സ്. കമന്റ് ചെയ്യട്ടെ. താഴെ നിന്ന് പോകുമ്പോൾ ചെറിയ അക്ഷരങ്ങളാണ് അവിടെ. താഴെ നിന്നും ചെറിയ അക്ഷരങ്ങൾ, അതിന് മുകളിലോട്ട് പോകുമ്പോൾ വലിയ അക്ഷരങ്ങളാണോ? താഴെ നിന്ന് പോകുമ്പോൾ ചെറിയ അക്ഷരങ്ങളും മുകളിലോട്ട് പോകുമ്പോൾ വലിയ അക്ഷരങ്ങളോടെ. അപ്പോൾ ആ ഒരു ചാർട്ടിന്റെ പ്രത്യേകത എന്താ? ആ ലൈൻസ് ബ്ലാക്ക് ലെറ്റർ ആണോ? ലൈൻസ് എപ്പോഴും ബ്ലാക്ക് ലെറ്റർ ആണോ? ലൈൻസ് എപ്പോഴും ബ്ലാക്ക് ലെറ്റർ ആണോ? അക്ഷരങ്ങൾ എപ്പോഴും ബ്ലാക്ക് ലെറ്റർ ആണോ? ആണ്. അത് മാത്രമല്ല, ഇൻക്രീസിങ് സൈസ് ഫ്രം ദ ബോട്ടം ടു ടോപ്പ് അല്ലേ? ഇൻക്രീസിങ് സൈസ് ഫ്രം എവിടെ നിന്ന്? ദ ബോട്ടം ടു ടോപ്പ് അല്ലേ? സൈസ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ വലിയ അക്ഷരങ്ങളാണോ? സൈസ് താഴെ നിന്നും മുകളിലോട്ട് പോകുമ്പോൾ വലിയ അക്ഷരമാണോ? താഴെ നിന്നും ചെറിയ അക്ഷരങ്ങൾ പതിയെ പതിയെ മുകളിലോട്ട് പോകുമ്പോൾ വലിയ അക്ഷരങ്ങളാണോ? താഴെ എപ്പോഴും ചെറിയ സ്മാൾ ലെറ്റേഴ്സും പതിയെ പതിയെ മുകളിലോട്ട് പോകുമ്പോൾ വലിയ അക്ഷരങ്ങളാണ്. മറക്കരുത്. ലൈൻസ് എപ്പോഴും ബ്ലാക്ക് ലെറ്റർ ആണ്. ചാർട്ടിന്റെ പ്രത്യേകമാണ്. ലൈഫിൽ എപ്പോഴും യൂസ് ആവും. PSC എക്സാം മാത്രമല്ല, നാളെ പോയിട്ട് വാർഡിലുള്ള നോക്കുമല്ലോ എല്ലാവരും. വാർഡിലുള്ള സ്നെല്ലൻ ചാർട്ട് നോക്കൂടെ? ഇന്ന് ശ്രദ്ധപ്പെട്ട കാര്യം കേട്ടോ. ഇന്ന് എന്റെ ശ്രദ്ധപ്പെട്ട കാര്യമാണ്. കാരണം എന്താണ്? കാരണം അങ്ങോട്ട് പറഞ്ഞത്. കാരണം അടുത്ത് വരുന്നു. കാരണം അടുത്ത ചോദ്യമാണ്. ഞാൻ പറയാൻ പോകുന്ന കാരണം ചോദ്യം. ചാർട്ട് എപ്പോഴും ബ്ലാക്ക് ലെറ്റർ അല്ലേ? ചാർട്ട് എപ്പോഴും ബ്ലാക്ക് ലെറ്റർ അല്ലേ? സൈസ് താഴെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അത് ഇൻക്രീസ് ആവാറുണ്ട്. ഇതായിരുന്നു എന്റെ മനസ്സിലെ ചോദ്യം. ഏറ്റവും നോർമൽ വിഷ്വൽ അക്യൂരേറ്റ് എത്രയാ? നോർമൽ വിഷ്വൽ അക്യൂരേറ്റ് എത്രയാ? ആ ചാർട്ട് 6 മീറ്റർ ദൂരം എന്ന് പറഞ്ഞില്ലേ? ചാർട്ട് 6 മീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടും. ആ ചാർട്ട് 6 മീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. 6 മീറ്റർ ദൂരെയാണ് ചാർട്ട് പ്ലേസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. 6/6 ആണോ? 6/6 ആണോ? നോർമൽ വിഷ്വൽ അക്യൂറ്റി. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. നോർമൽ വിഷ്വൽ അക്യൂറ്റി എത്രയാ? 6/6. വർഷങ്ങളായിട്ട് പല ഡോക്ടേഴ്സും പറഞ്ഞ ഒരാൾ വന്നിട്ട് കണ്ണിന്റെ ഈ പേപ്പർ ഫില്ല് ചെയ്യാൻ പറയാറില്ല. കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ണിട്ട് ടെസ്റ്റ് ഫില്ല് പറഞ്ഞിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരിക്കും. വർഷങ്ങളായിട്ട് ഇത് ഡോക്ടേഴ്സ് എഴുതി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരിക്കും. 6/6 കണ്ടിട്ടുണ്ടോ? അന്നൊന്നും ഓർമ്മയില്ലാത്ത കാര്യമല്ലേ? ആ ചാർട്ട് പ്ലേസ് ചെയ്ത ഡിസ്റ്റൻസ് 6 ഫീറ്റ് ഓർമ്മയുണ്ടോ? ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടിയല്ലേ? ഡ്രൈവിംഗ് ലൈസൻസ്, ആർമിക്ക് വേണ്ടി, മറ്റെന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടിയൊക്കെ വാങ്ങിക്കാറില്ലേ? ഓരോ ടെസ്റ്റുകൾക്ക് വേണ്ടിയും വാങ്ങിക്കാറില്ലേ? ഇത് വാങ്ങിക്കാറില്ലേ? ചുമ്മാണോ വാങ്ങിക്കുന്നത്? വെറുതെ വാങ്ങിക്കാറുണ്ടായിരിക്കും. ഡോക്ടേഴ്സ് വെറുതെ കൊടുക്കാറുണ്ടോ? ഡോക്ടേഴ്സ് വെറുതെ കൊടുക്കാറുണ്ടോ? ഡോക്ടേഴ്സ് വെറുതെ കൊടുക്കാറുണ്ടോ?
ഡോക്ടേഴ്സ് വെറുതെ കണ്ണിന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ? അത് വാങ്ങിക്കാറില്ല, പൈസ വാങ്ങിക്കാറില്ലേ? കണ്ടോണ്ടിരിക്കില്ലേ? പൈസ വാങ്ങിക്കാറില്ലേ? പൈസ വാങ്ങിക്കാറില്ലേ? ഉണ്ട് അല്ലേ? നമ്മൾ 6x6 പറയണെങ്കിലേ 6x6 എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ 6 മീറ്റർ ദൂരെയുള്ള ചാർട്ട് കംപ്ലീറ്റ് വായിക്കാൻ പറഞ്ഞവർക്കല്ലേ? നേരത്തെ പറഞ്ഞ 6 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റ് ദൂരെയുള്ള ചാർട്ട് കംപ്ലീറ്റ് ലെറ്ററും വായിക്കാൻ പറയുന്ന ആൾക്കാർക്കല്ലേ വിഷ്വൽ ഫീൽഡ് ഈ പറഞ്ഞ 6x6 പറയുന്നത്? നേരത്തെ പറഞ്ഞ ചാർട്ട് 6 മീറ്റർ ദൂരെ ഈ ചാർട്ടിലെ എല്ലാ ലെറ്റേഴ്സും ഫ്രം ദ ബോട്ടം ടു ടോപ്പ് വരെ, താഴെ നിന്ന് മുകളിൽ വരെ എല്ലാ ലെറ്റേഴ്സും, ബ്ലാക്ക് ലെറ്ററിലുള്ള എല്ലാ ലെറ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്ന 6 മീറ്റർ ദൂരെയുള്ള ചാർട്ട് കംപ്ലീറ്റ് ആയി വായിക്കുന്ന ആൾക്കാർ നമ്മളെപ്പോഴും 6x6 അല്ലെങ്കിൽ 20x20 കൊടുക്കാറുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? 6x6 അല്ലെങ്കിൽ 20x20 കൊടുക്കാറുള്ളത്. ശരിയല്ലേ? അത് കിട്ടിയോ? സ്നെല്ലൻ ചാർട്ട് കിട്ടിയോ? സ്നെല്ലൻ ചാർട്ട് കിട്ടിയോ? ഇത് 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലായോ? 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം മനസ്സിലായോ? കുറെ പഠിക്കില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? ചോദ്യം ഇതാണ്, ദ നോർമൽ വിഷ്വൽ അക്യൂട്ടി എത്രയാ? നോർമൽ വിഷ്വൽ അക്യൂട്ടി എത്രയാ? ചോദ്യം ഇതാണ്, കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ദ നോർമൽ വിഷ്വൽ അക്യൂട്ടി എത്രയാ? 6x6 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 20x20 കാണും കേട്ടോ. 20x20 കാണും, അല്ലെങ്കിൽ 6x6 കാണും. പിന്നെ ചാർട്ട് പ്ലേസ് ചെയ്യുന്ന ദ ഡിസ്റ്റൻസ് എത്രയാ? 6 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റ് വരെ കാണും. സ്നെല്ലൻ സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാമോ? കേൾക്കാം. എപ്പോഴും പഠിക്കുമ്പോൾ സ്നെല്ലൻ ചാർട്ട് കേൾക്കാറുണ്ടല്ലേ? പക്ഷെ അതുപോലെ വേറെയും ടെസ്റ്റ് ഉണ്ട്. സ്നെല്ലൻ ചാർട്ട് പോലെ തന്നെ വേറെയും കുറെ ടെസ്റ്റ് നോക്കാമോ? സ്നെല്ലൻ ചാർട്ട് പോലെ തന്നെ വേറെയും ടെസ്റ്റ് പഠിക്കാറുണ്ട്. പക്ഷെ ഇതിന് പഠിക്കാൻ പോകുന്ന കാര്യമാണ്. എപ്പോഴും സ്നെല്ലൻ ചാർട്ടിൽ ഇപ്പോൾ 6x6 മാത്രം പഠിച്ചുകൊണ്ട് പോയത്, 6 മീറ്റർ മാത്രം പഠിച്ചുകൊണ്ട് പോയത്, അതുപോലെ വരുന്ന കണ്ണിന്റെ ഫീൽഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെയും കുറെ ടെസ്റ്റ് ഉണ്ട്. പേര് ചെയ്യാൻ പറഞ്ഞില്ലേ? എനിവൺ വേറെ ടെസ്റ്റിന്റെ പേര് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? വേറെ ടെസ്റ്റിന്റെ പേര് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ജാഗേഴ്സ് ടെസ്റ്റ് എന്നുണ്ടെങ്കിലും ജാഗേഴ്സ് ടെസ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിലല്ലോ? എവിടെയെങ്കിലും ജാഗേഴ്സ് ടെസ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ വിഷൻ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജാഗേഴ്സ് ടെസ്റ്റ്. കേട്ടിട്ടുണ്ടോ? ഇല്ല. സ്നെല്ലൻ ചാർട്ട് പോലെ തന്നെ കണ്ണിന്റെ വിഷൻ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടെസ്റ്റാണ് ജാഗേഴ്സ് ടെസ്റ്റ്. ഇനിയുള്ള എക്സാമിൽ ചോദ്യം വരും. സ്നെല്ലൻ ചാർട്ട് പോലെ തന്നെ കണ്ണിന്റെ വിഷൻ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ടെസ്റ്റാണ് ജാഗേഴ്സ് ടെസ്റ്റ്. കേട്ടില്ല? എന്തിനു വേണ്ടിയും ചോദിച്ചു കഴിഞ്ഞാൽ ക്രേനിയൽ നെർവ്, സെക്കൻഡ് ക്രേനിയൽ നെർവ് ഇതാ. നമ്മുടെ ക്രേനിയൽ നെർവിൽ സെക്കൻഡ് ക്രേനിയൽ നെർവ് ഇതാ. 11 സെക്കൻഡ് ആണ്. ഞാൻ സെക്കൻഡ് ഇടാൻ പറ്റുന്നുണ്ട്, സെക്കൻഡ് കൊടുത്തത് കേട്ടോ. കാണുന്നുണ്ടോ? സ്ക്രീനിൽ കാണുന്ന അത് 11 സെക്കൻഡ് കൊടുക്കാൻ പറ്റാത്തപ്പോൾ കൊടുത്തതാണ് സെക്കൻഡ് ക്രേനിയൽ നെർവ്. ഏതാ? നമ്മളിത് ക്രേനിയൽ നെർവ് പഠിക്കുമ്പോൾ സെക്കൻഡ് ക്രേനിയൽ നെർവ് അതാ. ഏതാണ്? രണ്ടാമത്തെ ക്രേനിയൽ നെർവ്. ഒപ്റ്റിക് നെർവ് ആണോ? ഒപ്റ്റിക് നെർവ് ആണോ? ഒപ്റ്റിക് നെർവ് ആണോ? സെക്കൻഡ് ക്രേനിയൽ നെർവ് ഏതാ? സെക്കൻഡ് ക്രേനിയൽ നെർവ് ഏതാ? ഒപ്റ്റിക് നെർവ് അല്ലേ? സെക്കൻഡ് ക്രേനിയൽ നെർവ് ഒപ്റ്റിക് അല്ലേ? സോ ഒപ്റ്റിക് നെർവ് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ചെയ്താ, ഒപ്റ്റിക് നെർവ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്താ ജാഗേഴ്സ് ടെസ്റ്റ്. മറക്കരുത്, പ്രീവിയസ് ചോദ്യമാണ്. ഇത് ക്രേനിയൽ നെർവായ, സെക്കൻഡ് ക്രേനിയൽ നെർവായ ഒപ്റ്റിക് നെർവ്, അതിന്റെ അസസ്മെന്റിന് വേണ്ടി ടെസ്റ്റ് ചെയ്ത ജാഗേഴ്സ് ടെസ്റ്റ്. വീണ്ടും ചോദ്യം. ദ ഡിസ്റ്റൻസ് വിഷൻ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ചെയ്ത, ദ ഡിസ്റ്റൻസ് വിഷൻ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത. അപ്പൊ ഉത്തരം കിട്ടും. അവിടെ ഉത്തരം ദ ഡിസ്റ്റൻസ് വിഷൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നേരത്തെ പഠിപ്പിച്ച കാര്യമാണ്. സ്നെല്ലൻ ചാർട്ടില്ലേ? ദ ഡിസ്റ്റൻസ് വിഷൻ ആണെങ്കിൽ സ്നെല്ലൻ ചാർട്ട്. അതേ സമയം ഇത് നിയർ വിഷൻ ആണെങ്കിലോ, അടുത്തുള്ള, ഇതാ എന്റെ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വയ്ക്കുന്നത്, എന്താ നോക്കിയാൽ ദ നിയർ വിഷൻ. എന്റെ കൈ നോക്കിയേ,
എന്റെ കൈ എന്റെ മുഖത്തിന് അടുത്തേക്ക് വെച്ച്, കണ്ണുകൾക്ക് അടുക്കി വെച്ച്, ഒപ്റ്റിക് നെർവിന്റെ അടുത്തേക്ക് വെച്ച്, എന്റെ കൈ എന്താ കണ്ണിന്റെ അടുത്തേക്ക് വെച്ച് നോക്കുകയാണ്. ദ നിയർ വിഷൻ അസസ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്താ. നിയർ വിഷൻ കണ്ണിന്റെ അടുത്തേക്ക് വന്ന് ദ നിയർ വിഷൻ നോക്കുമ്പോഴത്തേക്കും ജാഗസ് ടെസ്റ്റ്. അതേ നെർവാ ഒപ്റ്റിക് നെർവ്. ദ ക്രേനിയൽ സെക്കൻഡ് ആയ ഒപ്റ്റിക് നെർവ് വഴി എന്താണ് നമ്മളെപ്പോഴും ജാഗസ് ടെസ്റ്റ് ചെയ്യുന്നു. മറക്കോ കാര്യം? മറക്കോ? ചോദ്യം ഇതായിരുന്നു, ഇത് ഒപ്റ്റിക് നെർവ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത പ്രീവിയസ് ചോദ്യമാണ്. ഇത് ഒപ്റ്റിക് നെർവ് അസസ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത ജാഗസ് ടെസ്റ്റ് അല്ലേ? 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 ഒപ്റ്റിക് നെർവ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത ജാഗസ് ടെസ്റ്റ്. അതുപോലെ തന്നെ വീണ്ടും ചോദ്യം വരും, ഇത് നിയർ വിഷൻ അസസ് ചെയ്യാൻ എന്ത് വയ്ക്കാം? ദ നിയർ വിഷൻ ആണെങ്കിൽ ജാഗസ് ടെസ്റ്റ്. അതേസമയം ദ ഡിസ്റ്റൻസ് വിഷൻ ആണെങ്കിലോ? ദ ഡിസ്റ്റൻസ് വിഷൻ ആണെങ്കിൽ സ്നെല്ലൻ ചാർട്ട് അല്ലേ? 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 യെസ്. വീണ്ടും ചോദ്യമുണ്ട്. മറ്റേ 6 ഫീറ്റ് ആണോ? അവിടെ 6 ഫീറ്റ് ആണോ 6 മീറ്റർ ആണോ നേരത്തെ പറഞ്ഞത്? സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത് വീണ്ടും ചോദിക്കട്ടെ, 6 മീറ്റർ ആണോ 6 ഫീറ്റ് ആണോ 6 ഇഞ്ച് ആണോ? 6 മീറ്റർ 6 ഇഞ്ച് 6 ഫീറ്റ് ഏതാ? 6 മീറ്റർ 6 ഇഞ്ച് 6 ഫീറ്റ് ഏതാ? 6 മീറ്റർ അല്ലേ? 6 മീറ്റർ അല്ലേ? തെറ്റിക്കരുത്. കാരണം ഇത് ഓപ്ഷനകത്ത് 6 ഫീറ്റ് എന്നും 6 മീറ്റർ എന്നും 6 ഇഞ്ച് എന്നും ഉണ്ടായിട്ട് കണ്ടല്ലോ. കഴിഞ്ഞൊരു എക്സാമിന് 6 ഇഞ്ച് എന്നും 6 മീറ്റർ എന്നും സെന്റിമീറ്റർ ഫീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. തെറ്റിക്കരുത്. അതുപോലെ തന്നെ ദ ജാഗേസ് ടെസ്റ്റ് ഓപ്റ്റിക് നെർവിന്റെ എത്ര ദൂരം വെച്ച് നോക്കുന്നത്? ഓപ്റ്റിക് നെർവിന്റെ എത്ര സെന്റിമീറ്റർ ദൂരെയാണ്? ഞാൻ നേരത്തെ കാണിച്ചു. എന്താണ് എന്റെ കണ്ണിന്റെ ഇത്ര ദൂരം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 35.5 സെന്റിമീറ്റർ. എന്താണ് ആ ചാർട്ട് എന്ത് ചെയ്യുന്നു? കണ്ണിന്റെ അടുത്ത് 35.5 സെന്റിമീറ്റർ ദൂരെ മാത്രം, നിയർ വിഷനിൽ അടുത്ത് കണ്ണിന്റെ ഏകദേശം 35.5 സെന്റിമീറ്റർ ദൂരെ മാത്രം വെച്ചാണ് ജാഗേസ് ടെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം സ്നെല്ലൻ ചാർട്ട് ആണെങ്കിലോ എത്ര ഇഞ്ച് എത്ര ഫീറ്റാ? സ്നെല്ലൻ ചാർട്ട് എത്ര ഇഞ്ച് എത്ര ഫീറ്റ് ദൂരെയാണ്? 20 ഫീറ്റ് അല്ലേ? സ്നെല്ലൻ ചാർട്ട് 20 ഫീറ്റ് ആണെങ്കിൽ ദ ജാഗേസ് ടെസ്റ്റ് 14 ഇഞ്ച് 14 ഇഞ്ച് കേട്ടോ. ദ ജാഗേസ് ടെസ്റ്റ് 14 ഇഞ്ച്. ദ ജാഗേസ് ടെസ്റ്റ് 14 ഇഞ്ച് അല്ലെങ്കിൽ 35.5 സെന്റിമീറ്റർ. മറക്കരുത്. ദ ജാഗേസ് ടെസ്റ്റ് ആണെങ്കിൽ 14 ഇഞ്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ 35.5 സെന്റിമീറ്റർ. അടുത്തല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് ഈ കണ്ണ് 35 ഇത്രയല്ലേ വരുള്ളൂ. അടുത്തല്ലേ? 35 കണ്ട അടുത്തല്ലേ? അല്ലേ? അപ്പൊ 20 ഫീറ്റ് ഏത് വരുന്നത്? ഏ ടെസ്റ്റാ? തിരിച്ചു മറച്ചു വയ്ക്കും. 20 ഫീറ്റ് വരുന്ന ഏ ടെസ്റ്റാ? 20 ഫീറ്റ്. കാരണം തെറ്റിപ്പോകുന്ന ചോദ്യങ്ങൾ അങ്ങോട്ട് എഴുതുന്നത്. 20 മീറ്റർ സ്നെല്ലൻ ചാർട്ട്. 6 മീറ്റർ ഏതാ? 6 മീറ്റർ ഏതാ? 20 ഫീറ്റ് അല്ലെങ്കിൽ 6 മീറ്റർ ഏതാ? 20 ഫീറ്റ് അല്ലെങ്കിൽ 6 മീറ്റർ ആണെങ്കിൽ സ്നെല്ലൻ ചാർട്ട്. 35.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 14 ഇഞ്ച് ആരാ? 35.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 14 ഇഞ്ച് ആരാ? ജാഗേസ് ടെസ്റ്റ്. തെറ്റിക്കരുത്. ചോദ്യം വരും 20 ഫീറ്റ് ആണെങ്കിൽ 6 മീറ്റർ. 20 ഫീറ്റും 6 മീറ്ററും ആണെങ്കിൽ സ്നെല്ലൻ ചാർട്ട്. 35.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 14 ഇഞ്ച് ആണെങ്കിൽ ജാഗേസ് ടെസ്റ്റ്. ക്ലിയർ? 2 ടെസ്റ്റും സെന്റിമീറ്റർ മീറ്റർ ഓർമ്മയുണ്ടല്ലോ. ആരും പഠിച്ചിട്ടുണ്ടോ? ഇത് ആരെങ്കിലും ഒന്ന് പഠിച്ചിട്ടുണ്ടോ? ജാഗേസ് ടെസ്റ്റ് ഇല്ലല്ലോ. ജാഗേസ് ടെസ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലല്ലോ. ഇല്ല. എന്തിനു വേണ്ടി ഇത് ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞു, സെക്കൻഡ് എന്ന് പറഞ്ഞു, ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞു. ഈ ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നത്? ഈ ടെസ്റ്റ് ആ ചാർട്ട് എന്ന് പറയുമ്പോഴേ, ആ ചാർട്ട് കണ്ട് അടുത്ത് വെക്കുന്ന പറയുമ്പോഴേ, ആ ചാർട്ട് കണ്ട് അടുത്ത് വെക്കും എന്ന് പറയുമ്പോൾ ആ ചാർട്ട് കുറെ ലൈൻസ് കാണത്തില്ലേ?
ആ ചാർട്ടിൽ കുറെ ലൈൻസ് ഒക്കെ കാണും കേട്ടോ, കുറെ ലൈൻസ് പോലെ കാണും. ചാർട്ടിൽ മെയിൻ ആയിട്ട് കുറെ ലൈൻസ് ഒക്കെ പ്രധാനമായിട്ടും കേട്ടോ. എന്ത് കാണും? വേറെ എന്ത് കാണും? വേറെ എന്താ പ്രധാനമുള്ളത്? വേറെ എന്താ? ആദ്യം ദൂരെ വെച്ചട്ടെ, ആദ്യം ദൂരെ വെച്ച് പിന്നെ അടുപ്പിച്ച് കറക്റ്റ് എന്താണ് 35.5 എത്തുമ്പോൾ നിർത്താറില്ലേ? ആ ചാർട്ട് പതിയെ പോയി അടുപ്പിച്ച് നമ്മൾ വിഷൻ നോക്കാൻ വേണ്ടി കറക്റ്റ് 35.5 എത്തുമ്പോഴും കാണാൻ പറ്റുന്നെങ്കിൽ നോർമൽ അല്ലേ? നോർമൽ ആയി ആണെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റൂലേ ചെറിയ ലെൻസ്? നോർമൽ ഒരു കണ്ണാണെങ്കിൽ ഇത്ര അടുത്തെത്തുമ്പോൾ 35.5 എത്തുമ്പോൾ കാണാൻ പറ്റൂലേ? ആരോടാ പറയുന്നത്? എന്റെ നോട്ടൊക്കെ സൂം ചെയ്ത് കാണുന്ന ആൾക്കാരുടെ പറയുന്നത് അല്ലേ? നോട്ടൊക്കെ എന്താണ്? PDF കിട്ടുന്ന എന്ത് അറിയുമോ? ഒറ്റ ഭാഗം ഇപ്പൊ പഠിക്കും, ശരിയല്ലേ? നോട്ട് ഫോണിൽ വരുമ്പോ തന്നെ കണ്ടു പഠിക്കുന്ന ആൾക്കാരടുത്താണ് ഞാൻ ഇത്ര അടുത്ത് പറയുന്നത്. 35.5 കാണാൻ പറ്റുമോ? അല്ലേടെ? സോ ദ നോർമൽ ഡ്രസ് എത്രയായിരിക്കും? നോർമൽ ഐ ആണെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റുമോ? ആ ചെറിയ ലൈൻസ് റീഡ് ചെയ്യാൻ പറ്റുമോ? നോർമൽ ഐ ആണെങ്കിൽ ചെറിയ ലൈൻസ് റീഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂലേ? പറ്റും. നോർമൽ ഐ ആണെങ്കിൽ 14 ഇഞ്ചുള്ള ഡിസ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ 35.5 സെന്റിമീറ്റർ ഉള്ള ആ കാർഡിന് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം സ്നെല്ലൻസ് ചാർട്ട് പഠിച്ചു, ആ വിഷ്വൽ അക്യൂറ്റി അറിയാൻ വേണ്ടി സെക്കൻഡ് പഠിച്ചു, ജാഗേഴ്സ് ടെസ്റ്റും പഠിച്ചു. രണ്ടും ക്ലിയറായി. ക്ലിയർ? എന്റെ ബാക്കി ഇന്ന് വേണോ നാളെ വേണോ? ഇനി കുറച്ചുണ്ട്. ബാക്കി ഇന്ന് വേണോ നാളെ വേണോ? 9, 10, 11 പറയട്ടെ, ബാക്കി പറയട്ടെ. 6 ടെസ്റ്റ് ഉണ്ട്. 6ൽ 2 പഠിച്ചു, 6ൽ 2 എണ്ണം പഠിച്ചു, 6 ടെസ്റ്റിൽ 2 എണ്ണം പഠിച്ചു, ശരിയല്ലേ? 6 ടെസ്റ്റിൽ 2 എണ്ണം പറഞ്ഞു, 4 എണ്ണം ബാക്കിയുണ്ട്. കണ്ണുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ എക്സാമിനേഷനകത്ത് കണ്ണുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ആ കണ്ണ് ഫുള്ളായിട്ട് 6 എണ്ണം ഉണ്ട്, 2 എണ്ണം പഠിച്ചു. സ്റ്റോപ്പ് ചെയ്യട്ടെ. അടുത്ത ക്ലാസ് വരുമ്പോൾ പറയുന്നത് അറിയാമോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ ഇത് ഓർമ്മിക്കോ? ഇഷിഹാര ടെസ്റ്റോട് പഠിപ്പിൽ ഓർമ്മിക്കോ? ഇഷിഹാര ഇമ്പോർട്ടൻറ്റ് കാണുന്നുണ്ടോ? പ്രീവിയസ് ചോദ്യം കാണുന്നുണ്ടോ? മൂന്നാമത്തെ ടെസ്റ്റ് എന്താ? മൂന്നാമത്തെ ടെസ്റ്റ് ചോദ്യം എന്താ? ഇഷിഹാര ടെസ്റ്റ്. നാളെ പറയാം, അടുത്ത ദിവസം പറയാം. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. നന്നായി പഠിക്കുക. ഇത് തൊട്ട് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം മിക്കവാറും 9 മണിക്ക് തന്നെ ആയിരിക്കും ക്ലാസ് വരുന്നത്. കാരണം കുറച്ച് കൂടുതൽ പഠിക്കാറുണ്ട്. സമയം കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്യുക, നന്നായി പഠിക്കുക. അടുത്ത ദിവസം കാണാം. എന്റെ ഗ്രൂപ്പിൽ ഇടുന്ന